ഹലോ ഹായ് നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലറല്ലേ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ കംപ്ലീറ്റ് ബ്ലറും ബാക്ക്ഗ്രൗണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും. അത് ക്യാമറ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത എന്തോ ഒരു സെറ്റിങ്സിൻ്റെ എറർ വന്നു പോയിട്ടാണ്. നിങ്ങളിതിൻ്റെ ഓഡിയോ ശ്രദ്ധിച്ചാൽ മതി, ഓഡിയോയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ആൺപാവം പൊല്ലാത്തത് എന്ന് പറയുന്നൊരു തമിഴ് സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ റിലീസിന് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സിനിമയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു ഭയങ്കര പടം കണ്ടു കഴിഞ്ഞ പോലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അങ്ങനെ തോന്നിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് എൻ്റർടൈനിങ് മൊമെൻറ്റ്സ് ഒക്കെ ആയിട്ട് സിനിമ അങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ ആ സിനിമ OTT കണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ സിനിമയിൽ ഈ പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനകളെ കുറിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. പുരുഷന്മാരുടെ മാത്രമല്ല, സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആ സിനിമയിൽ പലയിടങ്ങളിലായി പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൽ പുരുഷന്മാരുടെ കഷ്ടപ്പാടുകൾ, പുരുഷന്മാർ കുടുംബത്തിന് വേണ്ടി നടത്തുന്ന ത്യാഗങ്ങൾ, അതുപോലെ സ്ത്രീകളുടെ ഈ ദുരാഗ്രഹങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പുരുഷൻ്റെ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സിനിമ അതുക്കും മുകളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ സിനിമ കുറച്ചും കൂടി നന്നായി സംസാരിക്കണമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. തീർച്ചയായും സിനിമയിലെ പ്രധാന സന്ദർഭങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിലുണ്ട്. സ്പോയിലർ അലേർട്ടായിട്ട് പരിഗണിക്കുക ഈ പറയുന്നത്. സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഈ വീഡിയോ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ കഥ അതേ ഫ്ലോയിലല്ല പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിനിമ കണ്ട എക്സ്പീരിയൻസ് കിട്ടില്ല. അതുകൊണ്ട് സിനിമ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡ് ഒന്ന് പരിചയപ്പെടുത്തണം എന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ് ആ വാക്ക്. നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാത്തിടത്തും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, ആവർത്തിച്ചു വരുന്നൊരു വാക്കാണ് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാണ് എന്ന് പറയുന്നത്. ഈ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴേ അത് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ സ്വയം പര്യാപ്തമായ എന്നൊരർത്ഥമാണ് അതിനുള്ളത്. സ്വയം പര്യാപ്തമാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുക, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളും റിസോഴ്സുകളും നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നമുക്ക് എടുക്കാം, പക്ഷേ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് പണം എന്ന ഘടകം അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ സമ്പൂർണ്ണമായ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണെന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി കൂടി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമയിൽ നമ്മുടെ നായകൻ്റെ പേര് ശിവ എന്നാണ്, നായികയുടെ പേര് ശക്തി എന്നാണ്. ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുമ്പോഴേക്കും അവർ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കുടുംബ കോടതിയിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വക്കീലന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവരും 7 വർഷം ഒരുമിച്ച് ജീവിച്ച് പിന്നീട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു വാശിയും കൂടി ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിക്കും, ഇവർക്ക് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ, ഇതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്മുടെ നായകൻ ശിവ എന്ന് പറയുന്നത് കല്യാണപ്രായം എത്തിയിരിക്കുന്നത്, അതായത് സൊസൈറ്റി പറഞ്ഞിരിക്കുന്ന ഘടകങ്ങളൊക്കെ അനുസരിച്ച് കല്യാണപ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു യുവാവാണ്. അവന് സ്വന്തമായി ജോലിയുണ്ട്, ഒരു ബൈക്കുണ്ട്, കാറുണ്ട്, വീട്ടുകാരുണ്ട്, കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ശിവ ശക്തിയെ വിവാഹം ആലോചിച്ച് പോവാണ്. അതായത് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസൊക്കെ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ശക്തിയുടെ കൂട്ടുകാർ, അതായത് നായികയുടെ കൂട്ടുകാരികൾ ഇരുന്നിട്ടാണ് ഇവന് ഈ ബൈക്കുണ്ട്, കാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൻ്റെ സോഷ്യൽ മീഡിയ നോക്കി കണ്ടെത്തുന്നതും അത് നമ്മൾ അറിയുന്നതും. ശിവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ അവന് അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ എന്ന് പറയുന്നത് അത്യാവശ്യം അധികാര സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു സ്ഥിരം പുരുഷഭാവം തന്നെയാണ്. അമ്മ എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞത് അനുസരിക്കുന്ന, താലിമാല ധരിക്കുന്ന, സാരി ഉടുക്കുന്ന, എന്ന് വെച്ചാൽ ഒരു കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരുപാട് ശീലങ്ങൾ പേർന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. അവൻ എന്തായിരിക്കും കേട്ട് വളർന്നുണ്ടാവുക, നന്നായി പഠിക്കുക, ഒരു ജോലി നേടുക, കല്യാണം കഴിക്കുക. ഇത് തന്നെയാണ് അവനും ചെയ്യുന്നത്. അവൻ നന്നായി പഠിച്ചു, അതിനുശേഷം ഒരു ജോലി സംഘടിപ്പിച്ചു, ഇപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ പോവാണ്. സ്വാഭാവികമായും സിനിമയിൽ പിന്നീടും പറയുന്നുണ്ട് ഇവൻ കണ്ടു വളർന്നിട്ടുള്ളത് ഈ അച്ഛനെയും അമ്മയും ആയതുകൊണ്ട് അവൻ്റെ അച്ഛൻ എന്താണോ ചെയ്തത് അത് തന്നെ ആവർത്തിക്കുക, അവൻ്റെ അമ്മയിൽ നിന്ന് അവൻ എന്താണോ കണ്ടു വളർന്നിട്ടുള്ളത് അത് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഇതൊക്കെ അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടാവും. ഇനി നമ്മൾ ശക്തി എന്ന നായിക കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അവൾ പറയുന്ന അവളുടെ പേഴ്സണൽ സ്റ്റോറിയിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. മെൻസസ് ആവുന്നത് വരെ, പീരീഡ്സ് ആവുന്നത് വരെ അവളെ അവളുടെ അച്ഛൻ രാജകുമാരിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അവൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് അവൾ കാണുന്നതും അത് തന്നെയാണ്. അച്ഛൻ താഴത്തും തറയിലും വെക്കാതെ അവളെ കൊണ്ടു നടന്നത്. പക്ഷേ അവൾ പീരീഡ്സ് ആയി കഴിഞ്ഞപ്പോൾ അവളൊരു വലിയ പെണ്ണായി എന്നുള്ളതുകൊണ്ട് പിന്നീട് മകളെ പോലെ കാണുന്നതിന് പകരം ഒരു സ്ത്രീയായി അവളെ കാണാൻ തുടങ്ങി. ആര്? അച്ഛൻ.
അതുകൊണ്ട് തന്നെ അച്ഛൻ അവളോട് കാണിച്ചിരുന്ന ആ സ്വാതന്ത്ര്യം, സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കട്ടായിട്ടുണ്ടാവും. ഇവൾ എന്തെങ്കിലും ഒരു കാര്യം അച്ഛൻ പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെയാണോ ഒരു മകളെ വളർത്തി വലുതാക്കേണ്ടത് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അമ്മയെ തല്ലുന്നതാണ് ഇവൾ കാണാൻ. അതായത് അവളെ ഡയറക്റ്റ് തല്ലുന്നില്ല, അവളെ വഴക്ക് പറയുന്നില്ല, പക്ഷേ അവൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടനുസരിച്ചില്ലെങ്കിൽ അമ്മയ്ക്കാണ് അടി കിട്ടുക. അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവക്ക് റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് അച്ഛൻ ഞാൻ ഇങ്ങനെ ചെയ്തത് ഇന്ന കാര്യം കൊണ്ടാണ്, ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്ന് അവൾക്ക് പറയാനും, ചിലപ്പോൾ ഒരുപക്ഷെ ഈ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഇവളോടുണ്ടായിരുന്ന ആ സ്നേഹക്കൂടലും ഉണ്ട്, ഇവളായി സംസാരിച്ച് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തിരുത്തപ്പെട്ടേക്കാം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. കാരണം അടി കിട്ടുന്നത് മുഴുവൻ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് വേണ്ടി അനുസരിക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. മാത്രമല്ല ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, തല്ലും, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, തല്ല് കൊള്ളേണ്ടി വരും, അവരുടെ അടി ഏത് നിമിഷവും വരുമെന്ന് പറഞ്ഞ് പേടിച്ച് ജീവിക്കണം. നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഒരു പീരീഡ്സ് ഒക്കെ ആവുന്നത് വരെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ രാജകുമാരിമാർ തന്നെയായിരിക്കും. പക്ഷേ പീരീഡ്സ് ആയതിനു ശേഷം ഇവർ നാട്ടുകാർ വരെ പറയും ആ കൊച്ചൊരു മുതിർന്ന പെണ്ണായതല്ലേ, ഇനിയെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മാത്രമല്ല പെൺകുട്ടികളാണെങ്കിലും ഇവൻ ആൺകുട്ടികളാണെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വളർത്തു ദോഷം എന്ന് പറയുന്ന ഒരു ആരോപണം സ്ത്രീയുടെ മേൽക്കാണ് കൊണ്ടിടുക. ഞാൻ അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശിവ കുറച്ച് കഴിയുമ്പോൾ സിനിമയിൽ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് അവൾ ഫിസിക്സിന് രണ്ടാമത് റീഅപ്പിയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്ര അങ്ങോട്ട് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അത് അവൾക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് ചേർത്തതുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവളെ വളർത്തിയിട്ടുള്ളത് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ്. ശിവ കല്യാണം കഴിച്ചുകൊണ്ട് വരാനും ആ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സ്ത്രീക്ക് പ്രൊവൈഡ് ചെയ്യാനും ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തി ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കയറി പോകാനാണ്, വിവാഹിതയാവാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻഡ് ആവുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ശിവ എന്താണോ കണ്ടു വളർന്നത്, അവൻ്റെ അമ്മയെപ്പോലൊരു പെണ്ണിനെ, അമ്മ എങ്ങനെയാണോ അച്ഛനോട് പെരുമാറുന്നത് അതുപോലൊരു പെണ്ണിനെ കിട്ടും എന്ന് വിശ്വസിക്കുകയും തൻ്റെ അച്ഛനെ പോലെ പെരുമാറാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരാളുമായിരുന്നു. പക്ഷേ ശക്തിക്ക് അവൾ കണ്ടു വളർന്ന ലൈഫ് വേണ്ട, അവളുടെ അച്ഛനെ പോലെ ഒരു ഭർത്താവിനെ അവൾക്ക് ഒരു തരത്തിലും വേണ്ട, അവൾക്ക് അവളുടെ അമ്മയെ പോലെ ആവണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. രണ്ടുപേർക്കും വിവാഹത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു ഫേക്കായിട്ടുള്ള മുഖംമൂടി എടുത്തണിഞ്ഞ് എന്നെ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം, എന്നെ മറ്റേ ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടണം എന്ന് പറയുന്ന ആ ഒരു തോന്നലോടുകൂടി വളരെ ഫേക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി തന്നെ കാണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ശക്തി ശിവയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന് മുമ്പേ അവളുടെ കൂട്ടുകാർ ഇവൻ ഏത് വണ്ടിയാണ് വെച്ചിരിക്കുന്നത്, വീടും സ്വത്തും ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞും ചോദിച്ചും മനസ്സിലാക്കിയിട്ട് നല്ല പയ്യന അവനെ കല്യാണം കഴിച്ച് അടിമയാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ അവൾ ഫിക്സ്ഡ് ആണ്. അതേപോലെ തന്നെ ശിവയും ഈ പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് അവൾ ഈ നാടൻ വസ്ത്രം ധരിച്ച് നേരെ മുന്നിലേക്ക് വരുന്നു, അടക്കവും ഒതുക്കവും ഉള്ള പോലെ ഒക്കെ അങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവനും ആ ലുക്കിലും വേഷത്തിലും ഒക്കെ അവളെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർ തമ്മിലൊരു സംസാരമുണ്ടായി, നമ്മളിങ്ങനെയാണ്, എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഇങ്ങനെയാണ്, വിവാഹത്തിന് ശേഷമുള്ള ബന്ധം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ടോക്ക് വരുന്നതിന് മുമ്പ് രണ്ടുപേരും ഡിസൈഡ് ചെയ്തു പോയി. അവളെ അവിടെ താഴെ ഇരിക്കാൻ പറയുന്ന സമയത്ത് ശിവ തറയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അവനും കൂടി തറയിൽ വന്നിരുന്ന് കഴിയുമ്പോൾ വീട്ടുകാർ അയ്യോ മോനെ മാപ്പിളെ നീ എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും തറയിലല്ലേ ഇരിക്കുന്നത്, അപ്പം ഞാനും തറയിലല്ലേ ഇരിക്കേണ്ടത് എന്ന് പറയുന്നൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആൺപിള്ളേരെ, പ്രത്യേകിച്ച് ഇപ്പോൾ പെണ്ണ് ആണിൻ്റെ കാല് തൊട്ട് തൊഴുമ്പോഴേക്കും തിരിച്ച് പെണ്ണിൻ്റെ കാല് തൊട്ട് തൊഴുന്ന ആണുങ്ങളെ കാണുമ്പോൾ എന്തൊരു നല്ല ആൺകുട്ടിയാണ് അവൻ എന്ന് പറഞ്ഞാൽ അവനൊരു ഗ്രീൻ ഫോറസ്റ്റായി പ്രഖ്യാപിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് തെറ്റ്. അതായത് കാല് തൊട്ട് തൊഴുക എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ആണ് പെണ്ണിൻ്റെയോ പെണ്ണ് ആണിൻ്റെയോ കാല് തൊഴുന്നു എന്നുള്ളതിനേക്കാൾ കാല് തൊട്ട് തൊഴുക എന്ന് പറയുന്ന പരിപാടിയെ അവസാനിപ്പിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ബാലൻസിങ് ആക്ട് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതെന്തായാലും ശിവയും കണ്ടിട്ടുണ്ടാവും, ശക്തിയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശിവ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ശക്തി ഇവൻ സൂപ്പർ അടിപൊളി എന്ന് പറയുന്ന അപ്പോഴേക്കും ഇവർ ഉറപ്പിച്ച് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പരസ്പരം ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ സമയങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു വലിയ ഉദാഹരണം അവിടെ ജിയു പോപ്പിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാൾ മാർക്സിന്റെ ഫോട്ടോയാണ് എന്ന് ശക്തി പറയുകയാണ്. ശിവയ്ക്ക് അറിയാം അത് കാൾ മാർക്സ് അല്ല ജിയു പോപ്പാണെന്ന്. പക്ഷേ അന്നേരം അവളോട് വാദിച്ച് അത് തിരുത്താൻ നിന്നാൽ നിനക്കൊരു തെറ്റ് പറ്റി എന്നുള്ള കാര്യം അവളെ ബോധിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ചിലപ്പോൾ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി ഈ ബന്ധം കിട്ടാതെ പോയാലോ, വിവാഹം നടക്കാതെ പോയാലോ എന്ന് പറയുന്ന പേടിയുടെ പുറത്താണ് അവളുടെ മിസ്റ്റേക്ക് അവൻ തിരുത്താതിരിക്കുന്നത്. സിഗരറ്റ് വലിയുടെ ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ, ഞാനൊരു സിഗരറ്റ് വലിക്കുന്നതിൽ നിനക്ക് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കും നീ അതിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും കൂടി ഒരു സിഗരറ്റ് തന്നിട്ട് നീ വലിച്ചോ കുഴപ്പമില്ല എന്നാണ് അവൾ പറയുന്നത്. അതൊരു ഞാൻ ബോൾഡാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ സിനിമകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ബോൾഡ് ആവുക എന്ന് പറയുന്നത് ബൈക്ക് ഓടിക്കുന്ന പെൺകുട്ടികൾ, സിഗരറ്റ് വലിക്കുന്ന മദ്യപിക്കുന്ന പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നതിനാണ് ഒരു ബോൾഡ്നെസ്സിനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അവൾ ആ സിഗരറ്റിൻ്റെ പഫ് എടുക്കുന്ന മൊമെൻറ്റിൽ ശിവയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇവക്ക് സിഗരറ്റ് വലിച്ച് ശീലമില്ല എന്നുള്ളത്. പിന്നീടുള്ളൊരു വഴക്കിലാണ് അവൻ പറയുന്നത് എനിക്ക് അന്നേ മനസ്സിലായി നിനക്ക് സിഗരറ്റ് വലിക്കാൻ അറിയില്ല എന്ന്. പക്ഷേ അത് നിന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം മുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ചെയ്യാത്ത
എന്നാണ് പറയുന്നത്. ഈ ബോൾഡ്നെസ്സിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ വരുന്നതും അവൾ കുറച്ച് കഴിയുമ്പോൾ ശിവയോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും ആൺകുട്ടികൾക്ക് ഈ ക്യൂട്ടായിട്ടുള്ള പൊട്ടി പെമ്പിള്ളേരെയൊക്കെയാണ് ഇഷ്ടം, പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല എന്ന് പറയുന്നുണ്ട്. അത് അവൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഇമേജാണ്. ഈ പുതിയ കാലത്തിൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇമേജസ് ഉണ്ട്. ഞാനൊരു പൊട്ടിപ്പെണ്ണല്ല, ഞാനിങ്ങനെ ക്യൂട്ട്നെസ് കാണിച്ച് ചാടി നടക്കുന്ന ഒരു പെണ്ണല്ല, ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവനോട് ഈ ഡയലോഗ് പറയുന്നത്. ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവ കാണുന്നത് അവളൊരു പൊട്ടിപ്പെണ്ണ, അവൾക്ക് കാൾ മാർക്സിനെയും ജിയോ പോപ്പിനെയും കണ്ടാൽ അറിയില്ല, സിഗരറ്റ് വലിക്കാനൊന്നും പറ്റില്ലെങ്കിലും അതൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ നടക്കുന്ന ഒരു പാവം പൊട്ടി കൊച്ചാണ്. പിന്നെ കാണുമ്പോഴേ അവൻ ആ ക്യൂട്ട്നെസ്സിലൊക്കെ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളതാണ്. സോ അവനെ സംബന്ധിച്ച് അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അവൻ ആഗ്രഹിച്ചിരുന്നത് പോലെ ക്യൂട്ടായിട്ടുള്ള പൊട്ടിയായിട്ടുള്ളൊരു പെണ്ണിനെയാണ്. പക്ഷേ അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന, അതേസമയം അവൾക്കും ഒരു സിഗരറ്റ് കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും കാണാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ ബോൾഡായിട്ടുള്ള പെൺകുട്ടികളെ സ്വീകരിക്കുന്ന പുരോഗമനവാദികളായിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്ന ഒരു ഇമേജിൽ നോക്കുന്ന ഒരു പുരുഷനെയാണ് അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതായത് ഇവർ രണ്ടുപേരും അവർക്ക് പറ്റിയ ആളെയാണ് കിട്ടിയത് എന്നുള്ളൊരു ധാരണയിലാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടേഴ്സ് വളരെ റോങ് ആയിരുന്നു. പിന്നെ അവനെ സംബന്ധിച്ച് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ്റെ അമ്മയും അവൻ കണ്ടു വളർന്നിട്ടുള്ള ചേച്ചിമാരും ഒക്കെ ധരിക്കുന്ന അതേ വസ്ത്രധാരണ രീതികളുള്ള അവൾ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടം, ഈ ഡ്രസ്സ് ഇടുന്നത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവൾ പറയുമ്പോൾ രക്ഷപ്പെട്ട് സമാധാനമായി എന്നാണ് അവൻ ആശ്വസിക്കുന്നത്. പക്ഷേ അതേ അവൻ അവളുടെ മുന്നിൽ നീ വേണമെങ്കിൽ മോഡേൺ ഡ്രസ്സ് ഇട്ടോളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു തെറ്റായ ഇംപ്രഷൻ ക്രിയേറ്റ് ആവുകയാണ്. ഈ സിനിമയിൽ ഇവർ വിവാഹം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അവളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പറയുന്നൊരു വാചകമുണ്ട്, ഇറ്റ്സ് മൈ ചോയ്സ് എന്ന് പറയുന്ന കാര്യം. രണ്ടുപേർക്കും ചോയ്സുകളുണ്ട്, രണ്ടുപേർക്കും ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം വിവാഹത്തിന് മുമ്പ് ഇവരിത് എക്സ്പ്രസ് ചെയ്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല തെറ്റായ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടും ചേർന്നുണ്ടാക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ടല്ലോ, ഇത് ആദ്യത്തെ ഹണിമൂൺ ഫേസിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർ ഫസ്റ്റ് മന്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ അവളോട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ വീടാണ്. ആ ഡയലോഗിലൊക്കെയുള്ള പ്രശ്നം ഇവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, അതായത് നമ്മുടെ ഒരു നാട്ടിലൊരു സിസ്റ്റമൊക്കെ അനുസരിച്ച് ജീവിച്ചു വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ കേൾക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു ഡയലോഗാണ് അവൻ അവളോട് പറയുന്നത്. ഇത് നിൻ്റെ വീടാണ്, ഇവിടെ ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, നിന്നെ ഞാൻ റാണിയെ പോലെ നോക്കും എന്നുള്ളതാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് അവൾക്ക് പീരീഡ്സ് ആവുന്നത് വരെയുള്ള അച്ഛൻ അവളെ രാജകുമാരിയെ പോലെ നോക്കിയതാണ്. ആ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അവൾ വീട്ടിലെ ജോലികളൊന്നും ചെയ്യേണ്ടി വരില്ല. അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും ആരാണോ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് അവരെ വഴക്ക് പറയും, അവളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. അവൾക്ക് അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ നടക്കും, അവളൊരു രാജകുമാരിയായിട്ട് ജീവിക്കുകയാണ്. ആ ലൈഫിൽ നിന്ന് പിന്നീട് അങ്ങോട്ടേക്ക് അത് മാറിപ്പോയത് വളരെ മോശമായിട്ടാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ ചുരുങ്ങി ജീവിക്കേണ്ട ഒരാളാണോ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ അവൾ എത്തി. അവിടെ നിന്നാണ് ഇവൻ പറയുന്നത് നിന്നെ ഞാൻ റാണിയെ പോലെ നോക്കാമെന്ന്. അപ്പോൾ ഈ രാജകുമാരി അവിടെ നിന്ന് അങ്ങോട്ട് എണീക്കും. ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഇവൾ ഈ ജീവിച്ചു തീർത്ത കാലഘട്ടം മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇവൾ ഇനി അങ്ങോട്ട് റാണിയായിട്ട് അച്ഛൻ എന്താണോ അവൾക്ക് കൊടുത്തത് അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇവനിന്ന് പിന്നീട് അവൾ പ്രതീക്ഷിക്കുക. ശിവ പറഞ്ഞ റാണിക്കൊരു പ്രത്യേകതയുണ്ട്. ആ റാണി രാജാവിൻ്റെ ഭാര്യയാണ്. അതായത് എന്നെ നീ രാജാവിനെ പോലെ നോക്കിയാൽ നിന്നെ ഞാൻ റാണിയെ പോലെ നോക്കാം. അതായത് രാജാവിൻ്റെ ഭാര്യയാണ് റാണിയെന്ന് ശിവ മനസ്സിലാക്കുന്നു. ശക്തിയെ സംബന്ധിച്ച് റാണി മെയിൻ, ബാക്കിയുള്ളതൊന്നും അതിലൊരു വിഷയമൊന്നുമല്ല. റാണിയെ അങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. രാജാവിൻ്റെ ഭാര്യയാകുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം അവൾ എടുത്തിട്ടില്ല. പിന്നീട് പതിയെയാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. ഏറ്റവും ആദ്യം അവൾ താലി ധരിക്കാത്തത് അവനൊരു പ്രശ്നമായി തോന്നുന്നുണ്ട്. വക്കീലിനോട് സംസാരിക്കുമ്പോഴും അവൻ ആ വിഷയം എടുത്തിടുന്നുണ്ട്. താലി അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ താലി ഇടുന്നുണ്ടോ, അതായത് ശിവ പറയുന്ന ഡയലോഗാണ്, വെസ്റ്റേൺ രാജ്യങ്ങളിൽ താലി ഇടണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മ ഇട്ടിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ ഇട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ താലി ഇടണ്ടേ സാർ എന്ന് പറയുന്ന അവൻ്റെ ചോദ്യത്തിൽ തന്നെയുണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അവൾ പറയുന്ന പുരോഗമന വാദത്തിനോട് അവൻ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾ ആദ്യം കാണിച്ച ഇമേജിൽ അവിടെ ഇവിടെയായിട്ട് അവൻ പ്രതീക്ഷിച്ചൊരു ഭാര്യ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലത്തിന് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ മാസ്ക് കഴിഞ്ഞ് വീഴുമല്ലോ, അത് കഴിയുമ്പോഴാണ് അവൻ ആ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നവൻ അവിടെ ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ അവിടെ റീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഞാൻ ഉച്ചയ്ക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിച്ചു, ഇനി നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, ജോലി കഴിഞ്ഞ് വന്നിരിക്കുക, വല്ലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യാം, അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ക്ഷീണിച്ച് വരുമ്പോൾ എനിക്ക് അടുക്കളയിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ അതിന് തിരിച്ച് ചോദ്യം ചെയ്യുന്നത് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുക എന്ന് പറയുന്ന പെയിൻ അത് ഞാൻ മാത്രം എല്ലാ ദിവസവും അനുഭവിച്ചാൽ മതിയോ, നീയും അറിയണ്ടേ എന്ന് ചോദിച്ചിട്ടാണ്.
ഈ ചോദ്യം നമുക്ക് കേൾക്കുമ്പോൾ അടുക്കള പെണ്ണിന് മാത്രം കൊടുക്കുകയാണോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ആ വീടിൻ്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് ഇവനാണ്. രണ്ടുപേരും ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാൾ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ അയാളുടെ വർക്കിൽ ആ എഫേർട്ട് ഇടണം. വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് മാക്സിമം എഫേർട്ട് അവിടെ ഇടണം. ഇവർ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ അവൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ജോലി കഴിഞ്ഞ് അവൻ വളരെ ടയർഡായിട്ടാണ് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് അവനവൻ ഉണ്ടാക്കേണ്ട ഭക്ഷണവും അവനവൻ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നാണെങ്കിൽ ഇതിൽ ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതിലെ പോയിന്റ് എവിടെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണറുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നതിലെ പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നത്? അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർ ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യണം. പക്ഷേ പല വീടുകളിലും നടക്കാറില്ല. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജോലിക്ക് പോയി രണ്ടുപേരും ഒരുപോലെ ടയർഡായി വന്നു കഴിഞ്ഞാലും ഭർത്താവ് ടി വിയുടെ മുമ്പിലും ഭാര്യ അടുക്കളയിലും പോകുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ കേസിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്ന് പറയുന്ന അവൻ്റെ ആവശ്യം വളരെ ന്യായമായിട്ടുള്ളതാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ അവർക്കിടയിൽ ഇത് ആദ്യം സംസാരിക്കണമായിരുന്നു. ഇതിനൊരു ഐഡിയൽ സെനാരിയോ എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കണം. ആ സംസാരത്തിൽ കല്യാണത്തിന് ശേഷം തനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, അതോ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനാണോ, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൾ പറയും എനിക്ക് പഠിക്കാനും താല്പര്യമില്ല, ജോലിക്ക് പോകാനും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ വീട്ടിൽ ഇരുന്നോളാം. അങ്ങനെയാണെങ്കിൽ ഈ കുക്കിങ്ങും പരിപാടിയൊക്കെ അത് താൻ അതിൻ്റെ മൊത്തമായിട്ടാണോ, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത് എന്ന് മാന്യമായി ചോദിച്ച് മനസ്സിലാക്കി അവരൊരു വ്യക്തമായ പ്ലാനിലേക്ക് വന്നിരുന്നെങ്കിൽ, ആ പ്ലാൻ രണ്ടുപേർക്കും യോജിക്കാതെ വരികയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ രണ്ടു വഴിക്ക് പോകാം. അത് ഒരുമിച്ച് വരികയാണെങ്കിൽ ഇവർക്ക് വിവാഹം കഴിച്ച് വിവാഹ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇവർക്കിടയിൽ ഈ ടോക്ക് നടന്നിട്ടില്ല. മാത്രമല്ല ഇവൻ ഓൾറെഡി അവളോട് പറഞ്ഞു നിന്നെ ഞാൻ റാണിയാക്കി നോക്കാമെന്ന്. അവളുടെ കൺസെപ്റ്റിൽ റാണി അടുക്കളയിൽ കയറില്ല. അവൾ ഇവനെ അയക്കുന്ന റീലുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഭയങ്കരമായിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പീരീഡ്സ് വരുന്ന സമയത്ത് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, അടുക്കളയിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കുക, കാല് തിരുമ്മി കൊടുക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സെലിബ്രേഷൻ പരിപാടി വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുക. ഇതൊക്കെ ഇവൻ അയച്ചു കൊടുക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവനും ഇതേ സോഷ്യൽ മീഡിയയാണ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് അയ്യേ ഇവനൊന്നും വേറെ പണിയില്ലേ, എന്തീ കാണിക്കുന്നത് എന്നാലോചിച്ച് അതിന് തമാശയായി കാണുന്ന ആളാണ് ഇവൻ. ഇവർ ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല, സംസാരിക്കാനുള്ള സമയം എടുത്തില്ല. ഇവരിപ്പോൾ എന്താ ചെയ്തത്? വീട്ടുകാർ നോക്കി പൊരുത്തമെല്ലാം ഒത്തുവരുന്നുണ്ട്, ചെക്കന് ബാധ്യതകളൊന്നുമില്ല, എന്നാൽ പിന്നെ കല്യാണം നടത്തിയേക്കാം. ഇവർ രണ്ടുപേരും പുറമോടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകൃഷ്ടരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊയ് മുഖം മൂടി വെച്ചിട്ട് ഇവരങ്ങ് കല്യാണം കഴിച്ചു, തുടങ്ങി പരിപാടി. പക്ഷെ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കുകയോ പറയേണ്ട കാര്യങ്ങളൊന്നും പറയുകയോ ചെയ്തില്ല. ഈ വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ്റെ സാലറി ക്രെഡിറ്റായി അന്ന് തന്നെ ഇവൻ്റെ സാലറി അക്കൗണ്ടിൽ നിന്ന് 28,000 രൂപ ക്രെഡിറ്റ് കാർഡിലോ മറ്റോ ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്താണ് എന്തിനാണ് 28,000 രൂപ ചിലവാക്കിയതെന്ന് അവൻ അവളോട് ചോദിക്കുന്നത്. അവൾ തിരിച്ചു ചോദിക്കുന്ന ഒരു കുടുംബമാകുമ്പോൾ 28,000 രൂപ ചിലവൊക്കെ ഉണ്ടാവില്ലേ? പക്ഷേ വീട്ടിലെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും വീട്ടിലേക്കുള്ള സാധനങ്ങളും ഫുൾ ചിലവും അവൻ നോക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 28,000 രൂപ അവളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒരാളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ മേക്കപ്പ് ഉണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും, യാത്രകളുണ്ടാവും, ഗെറ്റ് ടുഗദർ പരിപാടികളൊക്കെ ഉണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും എക്സ്പെൻസുകൾ ഉണ്ടാവും. പക്ഷേ ആ എക്സ്പെൻസ് നമ്മൾ മറ്റൊരാളുടെ ശമ്പളത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അവരോട് ചോദിക്കണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ സമ്മതം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. പക്ഷേ അവൾ ചെയ്യുന്നത് ആ 28,000 രൂപ എനിക്കെടുത്ത് ചിലവാക്കാൻ അർഹതയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനുള്ള അവകാശം എനിക്കുണ്ട്, അതിനെയൊക്കെ അവകാശമായിട്ടാണ് കാണുന്നത്. ഈ അവകാശം പോലെയുള്ള വാക്കുകളൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷേ ആ അവകാശം അതെങ്ങനെ നേടിയെടുക്കണമെന്നുള്ളത് അവർക്കറിയില്ല. മാത്രമല്ല വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ കൊണ്ടുവരികയാണ്. കുക്കിങ്ങും വാഷിങ്ങും ഒക്കെ ഇവർ ചെയ്തോളൂ, ഇവർക്കുള്ള സാലറി കൊടുത്തേക്കണം എന്ന് അവൾ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ജോലിക്കാരിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. കാരണം അവർക്കുള്ള സാലറി കൊടുക്കേണ്ടത് ഇവൻ്റെ ശമ്പളത്തിൽ നിന്നാണ്. മുമ്പ് അവൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നപ്പോൾ ജോലിക്കാരി ഇല്ലാതെ തന്നെ അവൻ്റെ കാര്യങ്ങൾ നടക്കുമായിരുന്നു, ഈ പൈസ അവൻ്റെ അക്കൗണ്ടിൽ ഇരിക്കുമായിരുന്നു. ഇതിപ്പോൾ കല്യാണം കഴിച്ചു ഒരാൾ വീട്ടിൽ വന്നു, അയാൾക്കും കൂടിയുള്ള വെക്കാനും അലക്കാനും ഉള്ളതൊക്കെ ചെയ്യാൻ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് അതിൻ്റെ ശമ്പളവും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബേർഡൻ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒന്നെങ്കിൽ അവൾ ജോലിക്ക് പോവുകയും അവളുടെ ശമ്പളത്തിൽ നിന്ന് ആ ജോലിക്കാരിക്ക് സാലറി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവളുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാവാം. ഇവർ ഒരുമിച്ചുള്ളൊരു തീരുമാനമാകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് വേണം ചെയ്യാൻ എന്നുള്ള ഒരു ബേസിക് തീരുമാനം പോലും അവർ വിവാഹത്തിന് മുമ്പ് ആലോചിച്ചിരുന്നില്ല. മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതൊന്നും ചെറിയ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴൊന്നും ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുന്നില്ല. ഇവർക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അവരതും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവരൊരു ഫാമിലി ഫംഗ്ഷന് പോകുന്ന ഇവൻറ്റ് നമ്മളെ കാണിക്കുന്നത്. ആ ഇവൻറ്റിൽ അവൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, കാലും കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അവിടെ കുറേ പ്രായമായ ആളുകളുണ്ട്. ആ പെൺകുട്ടി കാലും കയറ്റി വെച്ചിരിക്കുന്നു, സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിരിക്കുന്നു, എന്താ ഇവളിങ്ങനെ എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അവൻ അതിൻ്റെ പേരിൽ അവളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അവളുടെ ഭാഗത്താണ് ന്യായം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവിടെ വന്നു. അവളവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട, അവൾക്കും താല്പര്യമില്ലാത്തൊരു ഫംഗ്ഷൻ ആയിരുന്നു എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് നീ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ക്ലാസ് എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത് സ്വാഭാവികമായും അവളുടെ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യലാണ്. അവൾ പ്രതികരിച്ചു. ഇവർ തമ്മിൽ
ഒരു വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായി സംസാരിച്ചിട്ട് അവർ ആ ഫംഗ്ഷനിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മുടെ നായകൻ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗം നായികയുടെ കൂട്ടുകാരുടെ ബൊട്ടീക്ക് ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടന ദിവസം ഒരു ടീഷർട്ടും കള്ളിമുണ്ടും എടുത്ത് രാവിലെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അവൻ ആ ഫംഗ്ഷന് ചെന്നു. കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് അവളെ അപമാനിക്കാൻ ശ്രമിച്ചു. അതിന് ചിലപ്പോൾ ഒരുപാട് കയ്യടി കിട്ടാൻ സാധ്യതയുള്ളൊരു സീനാണ്. കാരണം നിൻ്റെ വസ്ത്രസ്വാതന്ത്ര്യം ഇതാണെങ്കിൽ ഞങ്ങളുടെ വസ്ത്രസ്വാതന്ത്ര്യം ഇതടി എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി നായകൻ ഒരു ഷോ കാണിക്കുമ്പോൾ കൊള്ളാം, ഇവനാടെ ആൺകുട്ടി എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ മൂഡൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതിനോട് യോജിക്കാൻ പറ്റാത്തത് ഈ ഫംഗ്ഷന് പോകുമ്പോൾ അവൾ ഇട്ടിരുന്ന വസ്ത്രം അവളുടെ ഇഷ്ടത്തിനിട്ടതാണ്. അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇവൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് അത് അവൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല. അവളെ അപമാനിക്കുക, പക വീട്ടുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്തെങ്കിലും പരിപാടികൾക്കോ ഇങ്ങനത്തെ ഇവൻസിനൊക്കെ പോകുമ്പോൾ അവന് കംഫർട്ടബിളായി ഇട്ടുകൊണ്ടിരുന്ന ഒരു ഡ്രസ്സ് അവൻ ഇതേ പരിപാടിക്ക് ഇടുന്ന സമയത്ത് അവൾ അത് ചോദ്യം ചെയ്താൽ അപ്പം നമുക്ക് തിരിച്ചു പറയാം, നിനക്ക് വസ്ത്രസ്വാതന്ത്ര്യം ഉള്ളതുപോലെ അവനും വസ്ത്രസ്വാതന്ത്ര്യം ഉണ്ട്, അവനവന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. പക്ഷേ ഇത് അങ്ങനെ ഇട്ടൊരു ഡ്രസ്സല്ല, ഇത് പക വീട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അവിടെ നമുക്ക് ന്യായീകരണം എന്ന് പറയുന്ന ഒന്നില്ല. മറ്റൊരു ഇൻസിഡൻറ്റ്, നായകൻ ഇൻസ്റ്റാഗ്രാം നോക്കി നിൽക്കുകയാണ്. അതിനകത്ത് ഒരുപാട് പെൺകുട്ടികളുടെ വീഡിയോസ് വരുന്ന സമയത്ത് വളരെയധികം ആസ്വദിച്ചാണ് അവൻ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനോട് സിമിലറായി തൻ്റെ ഭാര്യയുടെ തന്നെ ഒരു റീല് വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് അത് കൊണ്ടു. അവളോട് ചെന്ന് ഇതെന്ത് വസ്ത്രമാണ് നീ ധരിച്ചിരിക്കുന്നത്, ഈ റീൽ ഇപ്പോൾ റിമൂവ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പോസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർ പറയുന്നതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ റീൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്, ഞാനത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ കൊടുക്കുന്ന വളരെ രസകരമായൊരു മറുപടിയുണ്ട്. ഈ കമൻറ്റ് ബോക്സിലും വേറെ ഏതോ ഒരുത്തിയുടെയൊക്കെ ഭർത്താവായിട്ടുള്ള ആളുകളാണ് എന്നെ ഉമ്മ നോക്കണം എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുക, അപ്പോൾ എനിക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇവിടെ ഒരു ഹിപ്പോക്രസി അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അവൾ വഴക്കിട്ട് പോകുന്നു, മുറി അടച്ചിടുന്നു, അതിൻ്റെ വാശിക്ക് ഇവനിരുന്ന് വെള്ളം അടിക്കുകയാണ്. ഈ പെർട്ടിക്കുലർ റീല് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്തു. സ്വാഭാവികമായും അവളുടെ അച്ഛൻ അവളെ വിളിച്ചു ചീത്ത പറയും. അങ്ങനെ വഴക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പരിപാടി ചെയ്തത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നടക്കുന്ന പരിപാടികൾ മുഴുവൻ, അല്ലെങ്കിൽ ഈ മൊത്തം ഇവൻറ്റിൽ ഇവർ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും പക്വതയില്ലായ്മയുടെ പരകോടി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇവൻ വെള്ളമടിച്ച് ബോധമില്ലാതെ കിടന്ന വീഡിയോ അവളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. വിവരക്കേടിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് വിവരക്കേടല്ല, പക്ഷേ വിവരക്കേടിന് പ്രതികാരം ചെയ്യേണ്ടത് വിവരക്കേട് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന രണ്ട് വിവരദോഷികളെയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം അവരുടെ വിവാഹ വാർഷികത്തിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. അവൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറയുന്നു. അവൻ ഓടി നടന്ന് പല കടകളിലായിട്ട് ചെന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വരികയാണ്. പക്ഷേ കോളിംഗ് ബെൽ അടിച്ചിട്ടും അവൾ വാതിൽ തുറക്കുന്നില്ല. വാതിൽ തള്ളി തുറന്ന് അകത്ത് വന്ന് അവളോട് ചൂടാവുകയാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്, എന്നെ റാണിയെപ്പോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ, റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ ഭാര്യയാടിയെന്ന് അവൻ തിരിച്ചു പറയുന്നു. ഇതുവരെ ഏത് കാലത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ഇവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ 1ാം വിവാഹ വാർഷികമാണ്. അതിന് വേണ്ടിയിട്ട് അവൾ ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ആ പ്രശ്നം അന്നത് സോൾവ് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു ആഗ്രഹം, അവൾക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് അവൾ വരുമ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നായകൻ അവളോട് തിരിച്ചു പറയുന്ന ചില കാര്യങ്ങളിൽ ന്യായമുണ്ട്. നീ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നതിന് മുമ്പ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുക, അതല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് നിൽക്കുക. അങ്ങനെ അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി ഇതിലെ ബിസിനസ് സാധ്യത നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. മാത്രമല്ല അവൾ ഒരു ജോലിയും ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ വീട്ടുകാർ വളർത്തിയത്. അപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ധാരണയിലേക്കൊക്കെ വന്ന് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്, വർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ബിസിനസ്സിലേക്ക് കടക്കാമെന്ന് ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അവൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്ന് പറയുമ്പോൾ എല്ലാ ആണുങ്ങളോടും നിങ്ങൾ ചെന്ന് ജീവിതത്തിൽ അംബീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷേ എല്ലാ പെണ്ണുങ്ങളോടും നമ്മൾ ചെന്നിട്ട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എല്ലാവരും ബൊട്ടീക്ക് തുടങ്ങണം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നേ പറയുള്ളൂ എന്ന് അവൻ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബൊട്ടീക്കും ബ്യൂട്ടി പാർലറും ഒക്കെ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്രയും എക്സ്പീരിയൻസ് ആവശ്യമുള്ള, അത്രയും സ്കില്ല് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഏത് പെണ്ണിനോട് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ ആഗ്രഹം പറയുള്ളൂ എന്ന് പറയുമ്പോൾ, ഒന്ന് നിങ്ങൾ ആ പ്രൊഫഷനെ കുറച്ച് കാണുകയാണ്, രണ്ട് നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്വപ്നം ഇത്രയേ ഉള്ളൂ എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്. നിങ്ങൾ പെണ്ണുങ്ങളോട് സ്വപ്നമുണ്ടോ എന്നെങ്കിലും ചോദിക്കണ്ടേ? ഈ സിനിമയിൽ നായിക പറയുന്നുണ്ട് എനിക്കങ്ങനെ എൻ്റേതായ സ്വപ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. കാരണം അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന ജീവിതത്തിലെ സ്വപ്നങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സ്ത്രീകളുള്ള ഈ നാട്ടിൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ ബൊട്ടിക്കും ബ്യൂട്ടി പാർലറും മാത്രമേ അറിയുള്ളൂ. നിനക്കൊക്കെ വല്ല IAS പഠിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടൂടെ, അതാകുമ്പോൾ പഠിക്കേണ്ടി വരും, നിനക്കൊന്നും കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞ് നായകൻ പുച്ഛിക്കുമ്പോഴേ ഈ പൊട്ടുവെക്കുന്നതല്ല
ഫെമിനിസം എന്ന് പറയുന്ന പോലെ IAS ആവുന്ന സ്ത്രീയും അതുപോലെ കൂലിപ്പണിക്ക് പോയി മക്കളെ വളർത്തുന്ന സ്ത്രീയും മാത്രമാണ് ഇതാണ് യഥാർത്ഥ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അവർക്ക് കൈയടിക്കാൻ തോന്നിയേക്കും. പക്ഷേ ഇത് ഒരു ജെൻഡറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ജനറലൈസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ജോബിനെ ഭയങ്കര മോശമായി കാണിച്ച് അങ്ങനെയുള്ളൊരു ഡയലോഗായിപ്പോയി. എന്തായാലും ആ സംസാരം കുറച്ചും കൂടി ഒന്ന് നീണ്ടു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ജോലിയെങ്കിലും ഉണ്ട്. നീ +2 ഫിസിക്സ് തോറ്റു എന്നാണല്ലോ നിൻ്റെ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവളെ അപമാനിച്ചു തുടങ്ങും. അവളും വിട്ടുകൊടുക്കുന്നില്ല. നീ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വല്ല വണ്ടിക്കും ഓയിൽ അടിക്കാൻ പോകുന്നതിന് പകരം നീ IT കമ്പനിയിലാണല്ലോ ജോലിക്ക് പോകുന്നത് എന്ന് അവൾ തിരിച്ചും ചോദിക്കുന്നുണ്ട്. അവൾ ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഈ ഓരോ ജോലിയെയും കുറച്ച് കണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഭയങ്കര മോശമായി ചിത്രീകരിച്ച് ഇതേ ജോലി കണ്ടിട്ടാണ് ഇവനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്ന ഒരു പോയിന്റ് ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇതേ പറഞ്ഞാൽ ഒട്ടും പക്വതയില്ലാത്ത, ഒരു വിവരമില്ലാത്ത 2 പേര് തമ്മിൽ കാര്യങ്ങൾ ആദ്യമേ സംസാരിക്കേണ്ടടുത്ത് ഒന്നും സംസാരിക്കാതെ ഏറ്റവും ഇമോഷണൽ ആകുമ്പോൾ മാത്രം ഉള്ളിലുള്ളത് മുഴുവൻ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ വഴക്കല്ലാതെ വേറെ ഒന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അവസാന കാലം വരെ ഞാൻ നിൻ്റെ മുന്നിൽ കൈ നീട്ടി നിൽക്കണം എന്ന് പറയുന്ന അവളുടെ സെൽഫ് റെസ്പെക്റ്റിൽ നിന്നുണ്ടാകുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അവൻ തിരിച്ച് കളിയാക്കുന്നത് പ്ലീസ് DM ഫോർ എ കൊളാബ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോഷന് പൈസ വാങ്ങിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിന്നെപ്പോലൊരാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇൻ്റലക്ച്വലായ എന്നെപ്പോലൊരു പെണ്ണിനെ അർഹിക്കുന്നില്ലടാ എന്ന് അവൾ തിരിച്ചു പറയുന്നുണ്ട്. വഴക്ക് മൂത്ത് നിൽക്കുമ്പോൾ എന്തായാലും കൗണ്ടർ അടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവൻ ഉറപ്പായും അവൾ ഇൻഡിപെൻഡൻ്റ് അല്ലെന്നും ഇൻ്റലക്ച്വൽ അല്ല എന്നുള്ളത് തെളിയിക്കാൻ പാകത്തിന് അവളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പോൾ GU പോപ്പിനെ അവൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്, കാൾ മാർക്സിനെ അവൾക്കറിയില്ല, പോർബന്ദർ ഗാന്ധിജിയുടെ ജന്മസ്ഥലമാണെന്ന് അവൾക്കറിയില്ല, സിഗരറ്റ് വലിക്കാൻ അവൾക്കറിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവൾ ഇതുവരെ ഫേക്കായി ഉണ്ടാക്കി വെച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളെയും അവൻ ഇടിച്ചു പൊളിച്ച് തകർത്തിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും മൈ ചോയ്സ്, പൈസയുടെ കാര്യം വരുമ്പോൾ മാത്രം ഞാൻ നിൻ്റെ ചോയ്സ് ആവുമോ എന്ന് ചോദിച്ച് അവഹേളിച്ച് വളരെ ഒരു മോശം അവസ്ഥയിലേക്ക് ആ ടോക്ക് പോകുന്നുണ്ട്. നിനക്കൊക്കെ പോയി ചത്തൂടെ എന്നുള്ള ചോദ്യവും കൂടി വരുമ്പോഴേക്കും അവൾ തകർന്നു പോവുകയാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട അവളുടെ ഒരു ഡ്രീം പറഞ്ഞു. ആ ഡ്രീം എങ്ങനെ കാണണമെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു പക്വത അവൾക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം അവിടെയുണ്ട്. അപ്പോൾ പോലും ഒരു ഡ്രീം മുന്നിൽ വന്ന് അവതരിപ്പിക്കുന്ന, താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിച്ചിരുന്ന, ഗർഭാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള വളരെ വൾണറബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അത് അവളിലുണ്ടാക്കിയ സ്ട്രെസ്സായിരിക്കാം അവൾ അബോർഷനിലേക്ക് എത്തുന്നു. അത് മനസ്സിലാക്കുന്ന അവൻ അവളെ ആശുപത്രി കൊണ്ടാക്കുന്നു. അവൾ ആ ആശുപത്രിയിൽ നിന്ന് അവനോട് പറയാതെ വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഡിവോഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അത് എൻ്റെ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവളെ തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു കാര്യവും അവൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഡിവോഴ്സിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും വഴക്കുകളാണ്. പക്ഷേ അവൾ ഇനി എനിക്ക് തിരിച്ചു വേണം എന്ന് അവൻ്റെ ഉള്ളിൽ തോന്നലുണ്ടാക്കുന്നത് ഈ അബോർഷൻ എന്ന് പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ കുഞ്ഞെന്ന് പറയുന്നൊരു കാര്യം വരാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇവരുടെ 2 പേരുടെയും പ്രശ്നം കുഞ്ഞായിട്ട് മാറി. അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ മുഴുവൻ മാറ്റി കുഞ്ഞെന്ന് പറയുന്നൊരു പ്രശ്നത്തിലേക്ക് അവർ ഒതുങ്ങി. നമ്മുടെ നാട്ടിലുള്ളൊരു രീതിയാണ്, ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിക്കണം, കല്യാണം കഴിച്ചിട്ട് ഫുള്ള് പ്രശ്നമായിട്ട് പോവുകയാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയുന്നൊരു കാര്യം. കാര്യം കുഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാ പ്രശ്നവും ആ കുഞ്ഞ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമല്ലോ എന്നുള്ള. പക്ഷേ ശരിക്കുള്ള പ്രശ്നങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഇതൊന്നും സോൾവ് ചെയ്തിട്ടില്ല. അവൾ ചിലപ്പോൾ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യമാണ് ബ്യൂട്ടി പാർലറിന് മുമ്പേ അവനോട് പറഞ്ഞിരുന്നെങ്കിൽ ബ്യൂട്ടി പാർലറിൻ്റെ കാര്യം കേൾക്കുമ്പോൾ അവൻ ഇടും അത് നമുക്കത് ആലോചിക്കാം, ഇപ്പോൾ നമുക്ക് ഈ കാര്യമൊക്കെ വീട്ടുകാരോട് പറയാം, നിനക്കിപ്പോൾ റെസ്റ്റ് അല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് സമാധാനത്തിൽ അവനത് ഡീൽ ചെയ്തേനെ. കാരണം അവിടെ കുഞ്ഞെന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. ഗർഭിണിയാണെന്നറിയുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ കെയർ ഉണ്ട്. ആ കെയറുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നതോടുകൂടി അവളോടുള്ള കെയർ മാറി അത് കുഞ്ഞിന് മാത്രമുള്ള കെയറായിട്ട് മാറും. അതൊരു പെൺകുട്ടിയെ കൊണ്ടെത്തിക്കുന്ന ഒരു മോശം മാനസികാവസ്ഥ. അത് വേറെ തന്നെ ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ. എന്തായാലും ആശുപത്രിയിലെത്തി. പക്ഷേ ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പും അവനോടൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്കിത് ശരിയാവാൻ തോന്നുന്നില്ല ശിവ, ഞാനിത് ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ്, നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് അവൾ എടുത്തിട്ടില്ല. കാരണം ആ പക്വത അവനും ഇല്ല അവൾക്കും ഇല്ല. അവൾ നേരെ വക്കീലിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവർ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ വനിതാ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് വക്കീൽ പറയുന്ന ഒരു ഡയലോഗ് ശിവയോട് പറയുന്നത്, നീ ആണായി പറന്നു എന്നുള്ള ഒറ്റ കാര്യം മാത്രം മതി നിന്നെ ഇവിടെ ഏറ്റവും മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഹിന്ദി ഡബ്ഡ് വേർഷനൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് റീലൊക്കെ അടിച്ച ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗാണ്. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ആണായാൽ നീ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഡിവോഴ്സ് കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നതാണ്. ഈവൻ ഞാനും കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. പക്ഷേ
നമ്മളതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി കാണണം. നമ്മുടെ നാട്ടിൽ വിവാഹബന്ധം നന്നായിട്ടല്ല പോകുന്നത് എന്നൊരു പെൺകുട്ടിക്ക് തോന്നിയാൽ അവൾ നാട്ടുകാരോട് പറഞ്ഞാലോ വീട്ടുകാരോട് പറഞ്ഞാലോ കൂട്ടുകാരോട് പറഞ്ഞാലോ ചില മാനസികാരോഗ്യ വിദഗ്ധരോട് സംസാരിച്ചാൽ പോലും അവൾ കേൾക്കാൻ പോകുന്ന ഡയലോഗ് അതൊന്ന് ക്ഷമിച്ചേക്കിടൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്, വിട്ടുകളാ, സ്ത്രീകളല്ലേ ക്ഷമിക്കേണ്ടത്, അത് നിൻ്റെ മിസ്റ്റേക്കാണ്, നീയാണിത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തി വളരെ മോശമായിട്ടുള്ള ആ ഫാമിലി ലൈഫിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിക്കും. പക്ഷേ അവൾക്ക് നീതി കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെയാണ്. അവിടെ ചെന്ന് തനിക്കൊരു അനീതി ഉണ്ടായെന്ന് പറയുമ്പോൾ നിയമവും പോലീസും കോടതിയും അവൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അവിടെ ആ നിയമത്തിനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഉണ്ട്. അത് ഈ നാട്ടിലുള്ള എല്ലാ നിയമത്തിനും ദുരുപയോഗം ചെയ്യുന്ന ഒരു സൈഡും കൂടിയുണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് ആകെ സംരക്ഷണം ഒരുക്കുന്ന ആ നിയമം കൂടി എടുത്തു കളയാൻ നമുക്ക് പറയാൻ പറ്റുമോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അയച്ചുകൊണ്ടിരുന്ന ആ വോയിസ് മുഴുവൻ വളരെയധികം സങ്കടപ്പെട്ട് ഈ തൊണ്ട ഇങ്ങനെ ഇടറിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും അവർ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ്. വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി, അവരുടെ ഭർത്താവ് വേറൊരു സ്ത്രീയോടൊപ്പം പോയി. ഇവർ ജീവിതത്തിൽ ഇന്ന് വരെ ജോലിക്ക് പോയിട്ടില്ല. നീ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് കേട്ട് വളർന്ന ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ ഭർത്താവില്ല, 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ജോലിക്ക് പോകണം, എങ്ങനെ ഒരു ജോലിക്ക് പോകണമെന്നറിയില്ല. ആ സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അവർ മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ അതിനു വേണ്ടി ആ പ്രശ്നം ഉണ്ടാക്കി ആ ഭർത്താവിനെ പറഞ്ഞു വിട്ടു, നീ ഭയങ്കര മോശക്കാരിയാണ് എന്ന് പറഞ്ഞ് അവരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും എന്നൊക്കെ പറയുന്നത് വളരെയധികം തകർന്നു പോകുന്നൊരു സിറ്റുവേഷനിലാണ്. അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണ്. ഇത്രയും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ്. നമ്മൾ പറയുമല്ലോ ഈ വിവാഹം ഡിവോഴ്സിലേക്ക് എത്തുന്ന സമയത്ത് അലിമണി വാങ്ങിക്കുന്ന അതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അലിമണിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് സ്വത്തുക്കളൊക്കെ മാറ്റി എഴുതി അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആകെ ജീവിതം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ അവസാന പഴുതെന്ന് പറയുന്നത് ഈ പറയുന്ന നിയമവ്യവസ്ഥയാണ്. അപ്പോൾ അവിടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ ഒരു വലിയ കുറ്റമായിട്ടാണ് ഈ വക്കീലിൻ്റെ ഡയലോഗിലൂടെ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട്. ആ രീതി മാറണമെന്നുണ്ടെങ്കിൽ അത്യന്തം പാട്രിയാർക്കലായിട്ടുള്ള നമ്മളുടെ സൊസൈറ്റിയും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത്രയും ശക്തമായ നിയമം ഒരുക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയും കൂടി ഒരു ബാലൻസിങ് പോയിന്റിലേക്ക് എത്തണം. അതിനാദ്യം സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. എന്തായാലും വക്കീൽ പറഞ്ഞ ഈ വാദങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 2 കേസുകൾ അവർ കാണിക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഞാൻ ചെലവ് കാശ് കൊടുക്കില്ല കാരണം അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങി നടക്കുകയാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് പോലീസ് പറയുന്നത് നീ തെണ്ടി കുത്തുവാള എടുത്തിട്ടാണെങ്കിലും ഇവക്കുള്ള പൈസ നീ കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിടുന്നതാണ്. മറ്റൊന്ന്, 15 വയസ്സുകാരിയായ കാമുകിയോടൊപ്പം കറങ്ങാൻ പോയ ഒരു പയ്യൻ, അവൻ യൗവനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, ഒരു കൊച്ചു പയ്യനാണെന്ന് തോന്നുന്നു. അവൻ പോക്സോ കേസിൽ അറസ്റ്റിലായതാണ്. നീ പ്രേമിച്ച പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ വീട്ടിലുണ്ട്. എന്നിട്ട് നീ എവിടെയാ? ഞാൻ ജുവനൈൽ ഹോമിലാണ് എന്ന് പറയുമ്പോൾ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് പോലീസ് പോകുന്നത്. അതായത് ഈ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ പുരുഷനെ എത്രത്തോളം ഉപദ്രവിക്കുന്നു എന്നുള്ള ആ 2 ആംഗിളുകളാണ് അവരവിടെ കാണിക്കുന്നത്. റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ കരഞ്ഞു കാണിക്കുന്നു പോലീസുകാരുടെ മുമ്പിൽ. നായികയെ അവർ പ്രകോപിപ്പിച്ച് പോലീസുകാർക്കെതിരാക്കി അങ്ങനെ പോലീസുകാരുടെ മുമ്പിൽ ഒരു നാടകം കളിച്ചിട്ടാണ് നായകൻ റിമാൻഡിലാവുന്ന സാഹചര്യം ഒഴിവാക്കി അവർ കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ ചെല്ലുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇവർ ചാർജ് ചെയ്യുന്ന കാര്യം. പക്ഷേ ഡൊമസ്റ്റിക് വയലൻസിന് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അബോർഷൻ പോലും ഇതിൻ്റെ തെളിവാണ് എന്ന് പരിഗണിക്കണമെന്ന് പറയുമ്പോൾ കോടതിയോട് അവർ പറയുന്നത് അബോർഷൻ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. ആ ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് വരുമ്പോഴാണ് ആ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ്, അല്ലാതെ അതൊരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല എന്ന് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ 2 പേരുടെയും വീട്ടുകാർ അറിയുന്നുണ്ട്, വീട്ടുകാർ ഇടപെടുന്നുണ്ട്. പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബലം പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ടാണ് അവളുടെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇതിന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ അടിമയായി പോകും എന്നുള്ളതാണ്. അവൾക്ക് ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തൊരു ജീവിതം അവളുടെ അമ്മയുടേതാണ്. പക്ഷേ അതിനെന്ത് ചെയ്യണം എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് വരുമ്പോഴാണ് അവൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാതിരുന്നത്. പിന്നീട് കോടതിയിൽ മുന്നോട്ട് പോകുന്തോറും പലതരം അലിഗേഷൻസ് ആണ് ശിവയ്ക്ക് നേരെ ശക്തിയുടെ വക്കീൽ ഉന്നയിക്കുന്നത്. അവൻ ഒരു ആൽക്കഹോളിക്കാണ്, ബൈപോളാർ ഡിസോർഡർ ഉള്ള ആളാണ്, സെക്ഷൽ ഡിസബിലിറ്റി ഉണ്ട്, അവനൊരു പെണ്ണ് കേസ് ഉണ്ട് തുടങ്ങി വളരെ ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് എടുത്തു വെക്കുകയാണ്. ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന അലിഗേഷൻസും കൂടി എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ജീവിതം തകരാറിലായി പോയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് പുരുഷന്മാരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്.
പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസിങ് പോയിന്റിലേക്ക് വരാൻ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവേണ്ടതുണ്ട്, നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബൈപോളർ ഡിസോർഡറും സെക്ഷൽ ഡിസബിലിറ്റിയും ഒക്കെ പറയുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഇവർ രണ്ടുപേരും ഒരു ചെക്കപ്പ് എടുക്കണം എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നെങ്കിൽ, അവരങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാ ആർഗ്യുമെൻറ്റ്സും മുമ്പേ ക്ലോസ് ചെയ്ത് വെക്കാമായിരുന്നു. നമ്മളെപ്പോഴും എത്ര സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും ഒരു പ്രിക്വേഷൻ നമ്മൾ എടുത്തു വെക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതിന് തെളിവ് എന്ന് പറയുന്നതൊന്നും വേണ്ട, പക്ഷേ അതിനൊരു ഉറപ്പ് നമ്മുടെ കയ്യിൽ വേണം. ആരെങ്കിലും ചോദിച്ചാൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റണം. ഈ പറയുന്ന ബൈപോളാർ ഡിസോർഡറും സെക്ഷൽ ഡിസബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. അത് യൂസ് ചെയ്യുന്ന വക്കീലന്മാരുണ്ട്. പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇത് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ലേ, അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആണായാലും പെണ്ണായാലും വിവാഹത്തിന് മുമ്പേ തന്നെ, നമ്മൾ എയ്ഡ്സ് ഡേയുടെ അന്ന് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പേ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടുപേരും ഒന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം ഇതിനെ ജനറലൈസ് ചെയ്യല്ലേ എന്നുള്ളതാണ്. കാരണം ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്കും ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള, ഞാനും ഡിവോഴ്സിന് വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആളാണ്, വക്കീൽമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മറ്റാളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ജനറലൈസ് ചെയ്തിട്ട് ആണുങ്ങളോട് പെണ്ണുങ്ങൾ ചെയ്യുന്നത് ഇത്രയും വലിയ ക്രൂരതയാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ജെൻഡറിനെ മുഴുവൻ ജനറലൈസ് ചെയ്യുന്ന, ഈ സാഹചര്യങ്ങളെ മുഴുവൻ ജനറലൈസ് ചെയ്യുന്ന, എല്ലായ്പ്പോഴും അവർ മാത്രമാണ് തെറ്റെന്ന് പറയുന്ന ആ ചിന്താഗതിയിലേക്ക് പോകരുത് എന്ന് പറയുന്ന ഒരു സജഷനും കൂടി പറയാനുണ്ട്. ഇതൊരു മാൻമെയ്ഡ് സൊസൈറ്റിയാണ്. ആണുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടപ്പിലാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതിന് മാറ്റം വരാൻ വേണ്ടി പോരാടുന്ന ഒരു സൈഡാണ് ഈ നിയമങ്ങളും അതുപയോഗിച്ചുകൊണ്ട് ഒരുപറ്റം സ്ത്രീകൾ നടത്തുന്ന പോരാട്ടങ്ങൾ. അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ്. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും തെറ്റാണ്. അതിനെ ഉൾക്കൊള്ളുക. പക്ഷേ അതിനെ ജനറലൈസ് ചെയ്ത് ഒരു ജെൻഡറിനെ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ മോശമാണ് എന്ന് പറഞ്ഞ് നടക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളെ തിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റീലടിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീൻ സിനിമയിൽ നടക്കുന്നത്. നമ്മുടെ നായിക ശക്തിയും അവളുടെ വക്കീൽ ലക്ഷ്മിയും കൂടി ഒരു ഫെമിനിസ്റ്റിനെ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ആക്ടിവിസ്റ്റിനെ ചെന്ന് കാണുന്നുണ്ട്. ഇതേ സമയം പാരലായിട്ട് കാണിക്കുന്ന ഒരു വിഷ്വൽ നമ്മുടെ നായകൻ ശിവയും അവൻ്റെ അഡ്വക്കേറ്റും കൂടി വീട്ടിലിരുന്ന് ഈ സ്ത്രീകൾക്ക് എല്ലാത്തിനും ഇപ്പം ഭയങ്കര അവകാശങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലെ സെർവൻ്റ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഈ സെർവൻറ്റിൻ്റെ ആ ഒരു കോൺവെർസേഷനില്ലേ, ഇതാരും റീലടിച്ച് എവിടെയും പ്രദർശിപ്പിക്കുന്നില്ല. ആക്ടിവിസ്റ്റ് പറയുന്ന ഡയലോഗുകൾ മാത്രമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇവർ ആക്ടിവിസ്റ്റിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവരൊരു കപ്പ് കോഫിയുമായിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഹസ്ബൻഡ് എന്തോ പെയിൻറ്റിങ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു, കോഫിയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവരോടും വന്ന് ചോദിക്കുന്നു, കോഫിയോ ചായയോ വല്ലതും വേണം? അപ്പോൾ അവർ പറയുന്നു ഒന്നും വേണ്ട. അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹസ്ബൻഡിന് കോഫി കൊണ്ട് കൊടുത്തത് അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിലെന്ത് തെറ്റാണുള്ളത്? ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കോഫി കൊണ്ട് കൊടുത്തത് ഔട്ട് ഓഫ് ലവ്, എൻ്റെ സ്നേഹത്തിൽ ഞാൻ ചെയ്തതാണ്. നിങ്ങളോട് ഞാൻ കോഫിയോ ചായയോ വേണോ എന്ന് ചോദിച്ചത് എൻ്റെ ഹോസ്പിറ്റാലിറ്റിയാണ്. ഇതിലെവിടെയാണ് തെറ്റുള്ളത്? മാത്രമല്ല അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരൊരു ഫുൾ ടൈം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളാണ്, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളാണ്. അവർ ജോലിക്ക് പോകുന്നില്ല. അവരുടെ ഹസ്ബൻഡാണ് ആ വീട്ടിലെ ഏർണിംഗ് മെമ്പർ. ഹസ്ബൻഡിൻ്റെ പൈസ എടുത്തിട്ടാണ് അവർ ഈ ചിലവുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭർത്താവിന് ഞാനൊരു കോഫി ഇട്ട് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാനത് ഔട്ട് ഓഫ് ലവ് ചെയ്യുന്നതാണെന്ന് അവർ പറയുമ്പോൾ അവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പെക്റ്റും കൂടെ ഉണ്ടാവില്ലേ? അതൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അവരൊരു പ്രകടനത്തിനോ മറ്റോ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു കോഫി ഇട്ട് കൊടുക്കുന്ന, നീ ഓക്കെ ആണോ, ഇന്നത്തെ ദിവസം കാര്യങ്ങൾ എങ്ങനെയാണ് പോയത് എന്ന് സമാധാനത്തോടു കൂടി ചോദിക്കുന്ന ഒരു ഭർത്താവിനെ അവർക്കവിടെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു പ്രയോജനമില്ലാത്ത ഈ പരിപാടിക്ക് നടന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതുമില്ല. വരുമാനമുണ്ടോ? അതുമില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ നീ ഇനി വീട്ടിലിരുന്ന് വീട്ടിലെ ജോലിയും കാര്യങ്ങളും നോക്കുക, അതല്ലെങ്കിൽ വരുമാനമുള്ള എന്തെങ്കിലും ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രമങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു ഭർത്താവിനല്ല നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ തന്നെ പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളാണ്. ഫെമിനിസം സെൽഫ് റെസ്പെക്റ്റ് ആണ്. അതെവിടെ കുറയുന്നു എന്ന് തോന്നുന്നു അവിടെ ഞാൻ ചോദ്യം ചെയ്യും. ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെ ഞാൻ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നവർ ചോദിക്കുമ്പോൾ അവർക്ക് ആ റെസ്പെക്റ്റ് അയാൾ കൊടുക്കുന്നുണ്ട്. ആ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഭർത്താവിനെ റീലടിക്കുന്ന ആൾക്കാർ കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പാരലലി നടക്കുന്ന മറ്റൊരു വീട്ടിൽ നടക്കുന്ന കോൺവെർസേഷനും റീലടിക്കുന്ന ആൾക്കാർ കാണുന്നില്ല. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അമ്മുമ്മയൊക്കെ ആണെങ്കിലും ഒരുപാട് പണിയെടുക്കുമായിരുന്നു, എന്തോരം കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മെഷീനുകളൊക്കെ വന്നു, ഒരു സ്വിച്ച് ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഈ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വെറുതെ അല്ല ഭാര്യയല്ല ജയറാമേട്ടനൊക്കെ ഓർമ്മ വന്നു. നിനക്കിവിടെ എന്ത് പണിയാടി ഉള്ളത്? ആ വിസിലടിക്കും, കുക്കർ വിസിലടിക്കുമ്പോൾ അത് ചെന്ന് ഓഫാക്കിയാൽ പോരെയെന്ന്. രാവിലെ കുക്കർ വെറുതെ എണീറ്റിരുന്ന് ഷൂ എന്ന് വിസിലടിക്കല്ലോ. എന്തായാലും ഈ ഡയലോഗ്
നമ്മുടെ നായകൻ കൂട്ടുകാരൻ വക്കീലിനോട് പറയുന്ന സമയത്ത് ആ വീട്ടിലെ ജോലിക്കാരി പറയുന്നത്, പക്ഷേ ആ സ്വിച്ചും പെണ്ണ് തന്നെ ഇടണമെന്ന് നിർബന്ധമാണോ മോനെ എന്നുള്ളതാണ്. ഈ സിനിമയിൽ നമ്മുടെ നായകനാണ് ജോലിക്ക് പോകുന്നത്, നായകൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. ആ ഫാക്ടറിനെ നമ്മൾ പരിഗണിക്കാതിരിക്കുകയല്ല. പക്ഷേ ജനറലി അടുക്കള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ചെയ്യേണ്ടതാണ്, പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഈസി പണിയാണ്, എന്നിട്ടും ചെയ്യാൻ മടിയാണ് എന്നൊക്കെ പറയുന്ന, അതിനെ കുറച്ച് കാണുന്ന, ആ എഫേർട്ടിനെ താഴ്ത്തി കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെയാണ് ആക്ച്വലി ഈ ജോലിക്കാരി ചോദ്യം ചെയ്യുന്നത്. ആ ജോലിക്കാരി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അവരൊരു വീട്ടിൽ ജോലിക്ക് പോവുക, അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലെ ജോലിയും അവർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ്, ആ പെയിനിൽ നിന്നുകൊണ്ടാണ് ആ ജോലിക്കാരി സംസാരിക്കുന്നത്. അവരവരുടെ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അത് കഴിഞ്ഞ് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഇനി പേരമകൻ ഉണ്ടായാൽ അവനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ചോറുണ്ടാക്കിയിട്ടില്ല എന്നവർ പറയുമ്പോൾ, അവർ ചോറുണ്ടാക്കിയിട്ടില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുവരെയും ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ഘട്ടത്തിലും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ ഇപ്പോൾ ഗൃഹനാഥൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മകനാണ് ഇൻചാർജെങ്കിൽ, അയാൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ആ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. ആ വീട്ടിലെ സ്ത്രീക്ക് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ഇപ്പോൾ അമ്മയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് അത് എല്ലാവരും കഴിക്കാമെന്നല്ല, ബാക്കിയുള്ളവരുടെ ഇഷ്ടം നോക്കി, പ്രത്യേകിച്ച് ആൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് വീടുകളിൽ ഭക്ഷണം ഉണ്ടാകുന്നത്. അവിടെ പോലും നമ്മൾ ഈ പാർഷ്യാലിറ്റി കാണാണ്. ഇതിനെ ആ സ്ത്രീ ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ ഭാര്യ കടന്നു പോയിട്ടുള്ള ആ വളർത്തൽ ശൈലി ഉണ്ടല്ലോ, അതെന്താണ് എന്നവന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടലാണ്. ഇതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം, വക്കീൽ ശക്തിയോട്, ഇവർ ആദ്യത്തെ ദിവസത്തെ കേസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ശക്തി നിനക്ക് ഇവിടെ താമസിക്കാം, പക്ഷേ നീ ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിക്കണം, നീ ഒരു ജോലിക്ക് പോയി തുടങ്ങണം എന്ന് ശക്തിയോട് പറയുന്നുണ്ട്. ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ് അവൾ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തും അവളോട് അവൻ പറയാൻ ശ്രമിച്ചത്. വേറൊരു തരത്തിലായിരുന്നു, പറഞ്ഞ രീതി ശരിയായില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ അവളൊരു ജോലിക്ക് പോയി തുടങ്ങണമായിരുന്നു. ജോലി എന്ന് പറയുന്ന പ്രോസസ്സ്, വരുമാനം വരുന്നത്, അതിനെ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത്, ഇതൊക്കെ അവൾ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോഴാണ് അവൾ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നൊരു വാക്കിലേക്ക് അവൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അവൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ആ ലൈഫ് അവൾ അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അവൾ ആ ലൈഫിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. വക്കീൽ തന്നെ അവളോട് പറയുന്നുണ്ട്, അവൾ ജോലിക്ക് പോയി തുടങ്ങുന്നത് നമ്മൾ കാണുന്നു, ഓരോ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവൾ ഫേസ് ചെയ്യുന്നു, ഒരു ജോലി നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അവൾ മനസ്സിലാക്കുന്നു. തീർച്ചയായും അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വക്കീൽ നാരായണനും അതുപോലെ ശിവയും കൂടിയുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. ഒരു കടൽ തീരത്ത് പോയിരുന്ന് ഇവർ വെള്ളം ഒടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വക്കീൽ, അദ്ദേഹം ഓൾറെഡി ഡിവോഴ്സ് ആയതാണല്ലോ, ഭാര്യയ്ക്ക് തൻ്റെ പേരിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്ത ആളാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ മോളുണ്ട്, അപ്പോൾ മോക്കും അവൾക്കും വേണ്ടിയല്ലേ ഞാൻ ഈ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ, അതൊക്കെ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചാണ് വിട്ടുകൊടുത്തത്. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഒരു പ്രാവശ്യം പോലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം കുഞ്ഞിനെ അവർ ബാംഗ്ലൂരുള്ള അവളുടെ അമ്മുമ്മയുടെ വീട്ടിലേക്ക് അവർ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കുട്ടിയുടെ അച്ഛന് കുട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പെയിൻ അതിഭീകരമാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ശിവ ശക്തിയെക്കുറിച്ച് വക്കീലിനോട് പറയുന്ന ഡയലോഗ് വളരെ പ്രസക്തമാണ്. അവൾ കാശിനായിട്ട് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ ജോലി ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആവുന്നു. കാശെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ്. കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അവൾ കാശിനായി കഷ്ടപ്പെടുന്നു എന്നുള്ള അത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമല്ല. എന്തായാലും അവൾ കാശിനായി കഷ്ടപ്പെടുന്നു. 5000 രൂപയ്ക്ക് താഴെ ഡ്രസ്സ് എടുക്കാൻ ആ പാവത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഗദ്ഗതം കൊള്ളുകയാണ്. 5000 രൂപയ്ക്ക് താഴെയും ഡ്രസ്സ് എടുത്ത് ജീവിക്കാൻ അവൾ പഠിക്കണം. വിവാഹത്തിന് മുമ്പ് അവൾ പറഞ്ഞിരുന്നൊരു ആഗ്രഹം, അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുന്ന സമാധാനവും സന്തോഷമുള്ളൊരു വീട് വേണമെന്നായിരുന്നു. ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇവനിങ്ങനെ ദുഃഖിക്കുകയാണ്. അതായത് ഈ ആണുങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് അത്ര വലിയ ദുഃഖമൊന്നും ഇല്ല, പെണ്ണുങ്ങൾ ഈ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ മാന്തി പറിച്ചെടുക്കുന്ന ആളുകളാണെന്ന് പറയുന്ന ഒരു ആഖ്യാനം കൊണ്ടുവരാനും ഈ പറയുന്ന സെൻറ്റിസീൻ ഒരു കാരണമാവുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അവളും കരഞ്ഞു തീർത്തിട്ടുള്ള രാത്രികളുണ്ടാവും. അവൻ എന്താണ് എന്നെ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ അവൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും ഈ സിനിമയിൽ അധികം കാണിക്കുന്നില്ല. ഈ ആണുങ്ങൾ കോടതി നിയമവും ഡിവോഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടുതലും കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ അസിസ്റ്റന്റ് വക്കീലിൻ്റെ ഒരു പ്രകടനമുണ്ട്. കല്യാണമെന്ന് കേട്ടാലേ ഇപ്പോൾ പേടിയാണ്, എടി പെണ്ണുങ്ങളെ നിനക്കൊക്കെ എന്താണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പ്രകടനമായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ കോടതിയിലേക്ക് വരുന്നു. അന്ന് വിധി പറയേണ്ടുന്നൊരു ദിവസമാണ്. ഒരു ചാൻസും കൂടി ഞാൻ തരാം എന്ന് ജഡ്ജ് പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അഞ്ജലി അമീറാണ് ആ വേഷം ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ ക്യാരക്ടറായിട്ട് തന്നെയാണ്. ഒരു അവസരം കൂടി ഞാൻ തരാം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വക്കീൽ നാരായണൻ അദ്ദേഹത്തിൻ്റെ സൈഡ് പറയുകയാണ്. ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ കക്ഷിയുടെ ആഗ്രഹം. പക്ഷേ ഇവർക്കിടയിലുള്ള പ്രധാന പ്രശ്നം ഈഗോ ആണ്. 20-25 വർഷത്തോളം സ്വന്തം അമ്മയെ കണ്ട് വളർന്നിട്ടുള്ള ഒരാൺകുട്ടി താലി വേണ്ട, സാരി വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും. താലി എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ അടയാളമാണ് എന്നവൻ അറിയില്ല. വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വീട്ടിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ പോയിട്ട് പുള്ളിയുള്ളപ്പോൾ വരൂ എന്ന് പറഞ്ഞ് അയച്ചിരുന്ന ചേച്ചിമാരെയും അമ്മായിമാരെയും ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള ആൺകുട്ടികൾക്ക് പബ്ബിലും പാർക്കിലും ഒക്കെ ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊപ്പം പോകുന്ന പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അത് അവരുടെ ഫ്രീഡം ആണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ സമയം വേണം
എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിലെ പ്രധാന പ്രശ്നം എന്താ പറയുക, ഇപ്പം നമ്മുടെ നായകൻ ശിവയുടെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ശിവയ്ക്ക് ശക്തിയുടെ ഈ ആൺ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ, അതുപോലെ താലി വേണ്ട എന്ന് പറയുന്ന അവളുടെ തീരുമാനം മനസ്സിലാക്കാൻ സമയം വേണമെന്ന് പറയുമ്പോൾ, ഇവന് സമയം വേണമെന്ന് പറയുമ്പോൾ വേറൊരാൾ അപ്പുറത്ത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവൻ സമയം എടുക്കേണ്ടിയിരുന്നത് കല്യാണത്തിന് മുമ്പായിരുന്നു. കല്യാണം കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എനിക്കിനി കുറച്ച് സമയം തന്നാൽ ഞാൻ നന്നായിക്കോളാം എന്ന് പറയുന്നത് അതൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വൈകിയാണെങ്കിൽ ഞാനൊരു ഡിസ്ക്ലൈമർ പറയുകയാണ്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളിലൂടെ ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ. ഞാനിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് ഞാനൊരു വാല്യൂയും തരുന്നില്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങളെ ഞാൻ പരിഹസിക്കുകയാണ് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ഈ ഒരു പെർട്ടിക്കുലർ കഥയിൽ ഇവിടെ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരുടെയും ഇമോഷൻസിനെ ഇൻവാലിഡ് ആക്കി കളയാനോ മോശമായി ചിത്രീകരിക്കാനോ അല്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ആ പെയിൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സിനിമയിൽ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ആംഗിൾ ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി ഈ കഥയിലെ ശിവയെ നമ്മൾ എടുത്തു നോക്കാനാണെങ്കിൽ സാരി വേണ്ട, താലി വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികളെ അവൻ കാണാഞ്ഞിട്ടല്ല. അവൻ ഓഫീസിൽ ജോലിക്ക് പോകുന്ന ആളാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ്. സോ ഇത്തരം ആശയങ്ങളുള്ള പെൺകുട്ടികളെ അവൻ കാണാഞ്ഞിട്ടല്ല. അവൻ്റെ ആക്ച്വൽ ആഗ്രഹം അവൻ്റെ അമ്മയെ പോലെ, അവൻ കണ്ടിട്ടുള്ള ചേച്ചിമാരെയൊക്കെ പോലെ സാരിയൊക്കെ ഉടുത്ത് താലിയൊക്കെ ഇട്ട് നടക്കുന്ന അധികം ആൺ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് തന്നെയായിരുന്നു അവൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിൽ നിന്ന് മാറാൻ അവൻ ഇപ്പോഴാണ് സമയം ചോദിക്കുന്നത്. ആക്ച്വലി അവൻ നേരത്തെ മാറണമായിരുന്നെങ്കിൽ മാറാൻ ശ്രമിക്കണമായിരുന്നു. അതല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഇതാണ് എൻ്റെ സങ്കല്പം എന്ന് സത്യസന്ധമായി അവൻ അവളോട് സംസാരിക്കണമായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു ഇവർ രണ്ടുപേരും ഫേക്ക് ആയിട്ടുള്ള ഒരു മാസ്ക് എടുത്ത് വെച്ചിട്ടാണ് രണ്ടുപേരോടും സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണെന്നാണ്, നമ്മുടെ ആഗ്രഹം എന്താണെന്നാണ്. ആ ആഗ്രഹങ്ങളെ എടുത്ത് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ജീവിത പങ്കാളി ആവാൻ പോകുന്ന ആളോട് സംസാരിക്കേണ്ടത്, തുറന്ന് സംസാരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴേ ഇത് പിന്നീട് കുഴപ്പങ്ങളില്ലാതെ പോകുള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരും ഫെയിലായി പോകുന്നത് ആ തുടക്കത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ഡിവോഴ്സ് കേസിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വക്കീൽ പറയുന്നത്, തങ്ങളെ വിവാഹത്തിന് മുമ്പ് ഏറ്റവും നല്ല ആൾക്കാരായി ചിത്രീകരിച്ച് ഒരു മുഖം മൂടി അണിഞ്ഞ് അവതരിപ്പിക്കും, അഭിനയിച്ച് പറ്റിക്കും. വിവാഹത്തിനപ്പുറം ഇങ്ങനെയല്ല എന്നറിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും എന്നുള്ളതാണ്. ആക്ച്വലി വക്കീലിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള വിയോജിപ്പുകളുമില്ല. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇൻഫ്ലുവൻസ് ആണ് ഈ ജനറേഷൻ്റെ പ്രശ്നം. ഇൻ്റർനെറ്റിൽ എല്ലാവരും ചെയ്യുന്നതിനെ എനിക്കും അതുപോലെ ചെയ്യണം എന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ അതിലൊരു വുമൺ എംപവർമെൻറ്റും ഇല്ല എന്ന് നമ്മുടെ വക്കീൽ പറയാണ്. ഇവിടെ അദ്ദേഹം പെൺകുട്ടികളെ മാത്രമാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. ഈ പുതിയ ജനറേഷൻ്റെ സോഷ്യൽ മീഡിയയിലുള്ളതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ് പെണ്ണുങ്ങളുടെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ആണുങ്ങളുടെ പ്രശ്നം കിടക്കുന്നത് പാസ്റ്റിലാണ്. പഴയ അമ്മമാരെയും അമ്മൂമ്മമാരെയും ഒക്കെ കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എൻ്റെ ഭാര്യയും ഇതുപോലെ ബിഹേവ് ചെയ്യണമെന്ന് ആൺകുട്ടികളും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വക്കീലിൻ്റെ ഡബിൾ സ്റ്റാൻഡ് വരുന്ന എവിടെയെന്നറിയോ? ആൺകുട്ടികൾക്ക് ഇതൊന്ന് തിരിച്ചറിഞ്ഞ് വരാൻ കുറച്ചും കൂടി സമയം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പെൺകുട്ടി അപ്പം മാറണം, പെൺകുട്ടികൾക്കും സമയം കൊടുക്കണം എന്നല്ല വക്കീൽ പറയുന്നത്. എന്തായാലും അദ്ദേഹം തുടരുന്നത് ഫുഡും ഡ്രസ്സും ഈവൻ ടോയ്ലറ്റ് വരെ വെസ്റ്റേൺ കൾച്ചർ വേണമെന്ന് വാശി പിടിച്ചിട്ട് കല്യാണം മാത്രം നമ്മുടെ ആചാരങ്ങൾ അനുസരിച്ച് ആഡംബരമായി വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് നമ്മുടെ പെൺകുട്ടികൾ. കാറും പണവും സ്വർണവും അത് ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്ന അച്ഛനമ്മമാരോട് വഴക്കിടുന്ന പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അതും വെസ്റ്റേൺ കൾച്ചർ പോലെ 4 പേരുള്ള ചെറിയ ചടങ്ങായി നടത്തിക്കൂടാ എന്നാണ് നമ്മുടെ വക്കീലിൻ്റെ ചോദ്യം. ഇവിടെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള എത്ര പേർ സ്വന്തം ചെലവിൽ കല്യാണം നടത്തിയിട്ടുണ്ട് എന്നും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ഷോട്ടും കൂടിയുണ്ട്. ഒരു പ്രായമായിട്ടുള്ള അമ്മ കണ്ണ് തുടക്കുകയാണ്. ആ സമയത്തുള്ള ചോദ്യം ഇതാണ്: പെൺകുട്ടികളുടെ ഇഷ്ടാനുസരണം കല്യാണം നടത്തി അച്ഛനമ്മമാർ കടം തീർക്കാൻ വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതാണ്. ഇയാൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വാലിഡാണ്. പക്ഷേ ഇത് പെൺകുട്ടികളോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല. എല്ലാം വെസ്റ്റേൺ കൾച്ചർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്, അതെങ്ങനെ വേണമെന്നുള്ളത്. ഇപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ആഘോഷങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, നേരെ തിരിച്ച് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, എത്ര പേർ സ്വന്തം ചെലവിൽ വിവാഹം നടത്തിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ എത്ര പെൺകുട്ടികളെ സ്വന്തം ചെലവിൽ വിവാഹം നടത്താൻ പാകത്തിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പെൺകുട്ടികളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ, കല്യാണം കഴിയുന്നത് വരെ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം, അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണത്തിൻ്റെ സമയം വരുമ്പോൾ ആ പെൺകുട്ടി പറയും, ഇത്രയും നാൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിച്ചിട്ടുണ്ട്, എൻ്റെ കല്യാണം എനിക്ക് ഇങ്ങനെ നടത്തി കിട്ടണം എന്ന് അവൾ വാശി പിടിക്കുകയാണ്. എന്നാൽ അതേസമയം അവൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, നല്ലൊരു ജോലി, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുത്തു, അവളുടെ വിവാഹം അവൾ നടത്തിക്കോളും, അതിനവൾ പ്രിപ്പയർഡ് ആയിക്കോളും. ഇത്
അങ്ങനെ ചെയ്യാതിരുന്നിട്ട് എല്ലാം നിങ്ങൾക്ക് വെസ്റ്റേൺ വേണമെന്ന് പറയുമ്പോൾ കല്യാണം നിങ്ങൾ വെസ്റ്റേൺ രീതിയിൽ നടത്തണം, നിങ്ങൾ സ്വന്തം ചിലവിൽ നിങ്ങളുടെ കല്യാണം നടത്തണം എന്നൊക്കെ എടുത്തോ പിടിച്ചോ എന്നങ്ങ് പറഞ്ഞ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ആക്ച്വലി ഒരു ടോട്ടൽ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റമാണ്. അത് കഴിഞ്ഞ് വളരെ ഒരു ക്ലാസിക് ചോദ്യം നമ്മുടെ വക്കീൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓരോ രൂപയും നിന്നോട് ചോദിച്ചു വേണോ ചെലവഴിക്കാൻ എന്ന് ചോദിക്കുന്ന ആ സിറ്റുവേഷനെ പെൺകുട്ടി അടിമത്തമായിട്ട് കാണുമ്പോൾ അധ്വാനിക്കുന്നത് മുഴുവൻ ആജീവനാന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആണുങ്ങളും അടിമകളല്ലേ എന്നാണ് ഈ ചോദ്യം പുള്ളി ചോദിച്ചപ്പോഴേ എനിക്ക് പെട്ടെന്ന് കൊച്ചിൻ ഹനീഫേനെ ഓർമ്മ വന്നു. അത് തന്നെയാണ് പറഞ്ഞത്, ഇപ്പം താക്കോൽ എവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഈ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. ഒരു കുടുംബജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തരും അധ്വാനിക്കുന്നത് അവനവൻ എൻജോയ് ചെയ്യാൻ പറ്റണം. ഒരാണിൻ്റെ ജീവിതം അധ്വാനിച്ച് കുടുംബത്തിന് കൊടുത്ത് എങ്ങുമില്ലാതെ അവനവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വെറുതെ തട്ടിപ്പോകാനുള്ളതല്ലല്ലോ. അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന് ചെലവഴിക്കാൻ പറ്റണം. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവണം. അതിന് കുടുംബം എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ തൻ്റെ പങ്കാളിയും കൂടി സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കണം. പക്ഷേ അതിന് ഈ പറയുന്ന പങ്കാളിയായി വരുന്ന പെൺകുട്ടി അവളും ഒരു ജോലിക്ക് പോകാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം. വക്കീലിൻ്റെ അടുത്ത ചോദ്യം, ഇവിടെ ഒരേ രൂപ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പക്ഷേ പെണ്ണ് സമ്പാദിച്ചാൽ അച്ചീവ്മെൻറ്റും ആണ് സമ്പാദിച്ചാൽ കടമയുമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ, ഇവിടെ എല്ലാ വീടുകളിലും ആഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുക്കളയിൽ നടക്കുന്ന പ്രോസസ്സ്. പക്ഷേ പെണ്ണ് ചെയ്യുമ്പോൾ അത് കടമയും ആണ് ചെയ്യുമ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യവുമായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ള മറുചോദ്യം ഇപ്പുറത്തുണ്ട്. സിനിമയാണ്, റേഡിയോ പോലെയാണ്, നമുക്ക് സിനിമയ്ക്കകത്ത് കയറി ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഒരു ജോലിയും ഒരു ഉത്തരവാദിത്വവും ഒരാൾക്ക് അടിച്ചേൽപ്പിച്ച് കൊടുക്കേണ്ടതല്ല. അത് ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റും. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യണം. പ്രൊവൈഡ് ചെയ്യുന്നത് ആണിൻ്റെ മാത്രമൊന്നും വീട്ടുജോലി ചെയ്യുന്നത് പെണ്ണിൻ്റെ മാത്രമെന്ന് പറയുന്ന ആ സിസ്റ്റത്തിലൊക്കെ മാറ്റം ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഫെമിനിസത്തെക്കുറിച്ച്, ട്രൂ ഫെമിനിസത്തെക്കുറിച്ച് നല്ലൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. നീ ആണാണ്, ഞാൻ പെണ്ണാണ്, നീ എന്തിനാണ് എനിക്ക് വേണ്ടി സീറ്റിൽ നിന്ന് എണീറ്റ് വരുന്നത് എന്ന് ചോദിക്കുന്നതാണ് യഥാർത്ഥ ഫെമിനിസം. അതായത് സ്ത്രീകൾക്ക് റിസർവേഷനായി കൊടുത്തിട്ടുള്ള സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൽ ഒരു സ്ത്രീ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് എണീറ്റ് കൊടുക്കുക, ഞാൻ ആണാണ് എന്നുള്ളതുകൊണ്ട് എണീറ്റ് കൊടുക്കുന്ന അങ്ങനൊരു സാഹചര്യം ഇവിടെ വേണ്ട, എനിക്ക് ആ റിസർവേഷൻ വേണ്ട എന്ന് പെണ്ണ് തീരുമാനിക്കുന്നിടത്താണ് യഥാർത്ഥ ഫെമിനിസം ഉള്ളത്. നീ ആണാണ്, ഞാൻ പെണ്ണാണ്, അതുകൊണ്ട് നീ എണീറ്റ് തരണം, ഞാനൊരു പെണ്ണായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നീ ഇരിക്കേ എന്ന് ചോദ്യം ചെയ്യുന്നത് സ്യൂഡോ ഫെമിനിസം ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന ആ ഡയലോഗിനോട് നമുക്ക് യോജിപ്പുണ്ട്. ആണധികാരത്തിനും സ്യൂഡോ ഫെമിനിസത്തിനും ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നത് അത് ശരിയാണ്. ആണ് അടിച്ചമർത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പെണ്ണ് അടിച്ചമർത്തുന്ന കാലത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല. അത് രണ്ടും ഒരേപോലെ തന്നെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അതിന് പുള്ളി എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം പറയുന്ന വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. കല്യാണത്തിൽ 50-50 എന്ന് പറയുന്നൊരു പരിപാടിയില്ല. എല്ലാം 50-50 ആയിട്ട് ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ 70-30 എന്നിരിക്കും, ചിലപ്പോൾ 30-70 എന്നിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അത് മനസ്സിലാക്കി ബാലൻസ് ചെയ്യുന്നിടത്താണ് യഥാർത്ഥ 50-50 വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശിവയും ശക്തിയും മനസ്സിലാക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് അവർക്കിടയിൽ സംസാരം ഉണ്ടാവണമായിരുന്നു. രണ്ടുപേരും ഈ ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവണമായിരുന്നു. അത് കഴിഞ്ഞ് വക്കീലൊരു പേഴ്സണൽ ഡയലോഗ് പറയുന്നുണ്ട്. ഒരാണ് അവൻ്റെ യൗവനവും ആരോഗ്യവും ചിലവാക്കി സുന്ദരമായി ഒരു കുടുംബം ഉണ്ടാക്കി സമാധാനിച്ചിരിക്കുമ്പോൾ നീ കുടുംബം നടത്താൻ കഴിവില്ലാത്ത അർഹതയില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ അവൻ അനാഥനായി അവിടെ നിന്നു പോകും എന്ന് പറയുന്ന അയാളുടെ ഹെൽപ്ലെസ്നെസ് ആണ്. കുഞ്ഞിനെ അയാളിൽ നിന്ന് അകറ്റി അയാളുടെ സ്വത്തും കാര്യങ്ങളും എഴുതി കൊണ്ടുപോയി അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. ഈ പറയുന്ന പെയിൻ അയാൾ അവിടെ വെച്ച് അവതരിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ ഭംഗി തന്നെ വിട്ടുകൊടുക്കലല്ലേ എന്നാണ് വക്കീൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അതിലൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൻ്റെ ഭംഗി വിട്ടുകൊടുക്കലല്ലേ എന്ന് ചോദിച്ചാൽ വിട്ടുകൊടുക്കലിലൊരു ബ്യൂട്ടി ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർഗ്യുമെൻറ്റ് വരുമ്പോൾ വിട്ടുകൊടുക്കുന്നത്. പക്ഷേ ഈ വിട്ടുകൊടുക്കലിൻ്റെ കണക്ക് ടാലിയാക്കി നോക്കുമ്പോൾ ഒരാൾ മാത്രമാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ, ഒരാളുടെ വിട്ടുകൊടുക്കൽ മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നതെങ്കിൽ അത് ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല വിട്ടുകൊടുക്കൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഒരാൾ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. വിട്ടുകൊടുക്കലിൽ ഒരു പെയിൻ ഉണ്ടാകും. ആ പെയിൻ ഒരാൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല കുടുംബജീവിതത്തിൻ്റെ ലക്ഷണമല്ല. മാത്രമല്ല വിട്ടുകൊടുക്കലിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്. ഈ 3 കാര്യങ്ങളെയും ഹനിക്കുന്ന രീതിയിൽ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും നമുക്ക് ഗുണകരമായ ഒരു എൻഡിങ്ങിലേക്ക് വരില്ല. അവനവൻ്റെ സന്തോഷവും സമാധാനവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിട്ടുകൊടുക്കൽ മതി. അത് കഴിഞ്ഞ് കോടതിയിൽ വെച്ച് ശിവയും പറയുന്നുണ്ട് സ്വാതന്ത്ര്യവും അതുപോലെ ഏകാന്തതയും രണ്ടാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ സ്വാതന്ത്ര്യം ഞാൻ സംരക്ഷിച്ചോളാം, ഇനിയിപ്പോൾ അവൾക്ക് ഏകാന്തതയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ശക്തി തിരിച്ച് പറയുന്നൊരു ഡയലോഗ്, ഒരു പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ് അതാണ്. എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണ്ട. അവർ പറഞ്ഞതെല്ലാം ന്യായമായിട്ട് തോന്നുന്നില്ല.
എല്ലാം ഞാൻ അംഗീകരിക്കുന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇപ്പോഴും ക്ഷമിച്ച് ഒന്നിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഇപ്പോൾ ഡിവോഴ്സ് വേണ്ട. അവർക്ക് ആക്ച്വലി അവരുടെ റിലേഷൻഷിപ്പിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇവർക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യണം, സ്വയം മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ വക്കീൽമാരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട്, ബന്ധുക്കളുടെ ഒരു ഫോഴ്സ്ഫുൾ പരിപാടിയുടെയൊക്കെ ഭാഗമായിട്ടും പല ഡിസിഷൻസിലേക്ക് നമ്മൾ എത്തിയേക്കാം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബ്രേക്ക് വേണം. രണ്ടുപേർക്കും ഇത് ചിന്തിക്കാനുണ്ട്, തെറ്റുകൾ അനലൈസ് ചെയ്യാനുണ്ട്, തിരുത്തപ്പെടാനുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനൊക്കെ അവർ ഈ സമയത്തിന് വിനിയോഗിക്കേണ്ടതാണ്. കോടതിയിൽ നിന്നും ഈ പറയുന്ന കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ വിടാറുണ്ട്. പക്ഷേ ഇവർ സ്വയം മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. പരസ്പരം സംസാരിച്ച് സെറ്റിലാവേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കുറച്ച് നാളും കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശരിയായി ഡിവോഴ്സ് തന്നെയാണ് നല്ലത് എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയേക്കാം. ചിലപ്പോൾ കുറച്ച് നാൾ സംസാരിച്ച് കഴിയുമ്പം ഡിവോഴ്സ് വേണ്ട, നമുക്കിത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു തോന്നലിലേക്ക് അവർക്ക് എത്താൻ പറ്റിയേക്കാം. രണ്ടിൽ ഏതാണെങ്കിലും ശക്തി ആ സമയത്തെടുത്ത ഡിസിഷൻ ഒരു അപ്രിഷ്യബിൾ ഡിസിഷൻ തന്നെയാണ്. പക്ഷെ പിന്നീട് ഇത് സിനിമയിൽ കാണുന്ന സമയത്ത് വൻ കോമഡി ആയിപ്പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കോടതിക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ ശിവയും ശക്തിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ശക്തി ചോദിക്കുന്നത്, ഞാൻ 2 മാസം സമയം വേണമെന്ന് പറഞ്ഞാൽ നീ അത് ഓക്കെ അടിച്ച് പോവോ? അപ്പം ഞാൻ 1 വർഷം പറഞ്ഞിരുന്നെങ്കിലോ 2 വർഷം പറഞ്ഞിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് തിരിച്ചൊന്നും പറയാനില്ല. ഇവന് ഈ സ്നേഹമൊക്കെ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ ആകെ ഷോക്കടിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ ചോദിക്കുന്നു, അംബേദ്കർ ജനിച്ച സ്ഥലം എവിടെയാണ്? അപ്പോൾ അവൻ അതിന് കൊടുക്കുന്ന മറുപടി പോർബന്ദർ എന്നാണ്. ഈ ഒരു മിസ്റ്റേക്ക് ഇവൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. ആ മിസ്റ്റേക്കിന് അവൻ അംഗീകരിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്, തിരുത്താൻ പോയിട്ടില്ല. പിന്നീട് അത് തിരുത്തി പറഞ്ഞപ്പോഴാണ് ഇവർക്കിടയിൽ ഈ വഴക്കുണ്ടായി, പിന്നീട് അത് അബോർഷനിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൾ പറയുന്ന ആ വിഡ്ഢിത്തരം അവൻ അംഗീകരിക്കുകയാണ്. അതിനുശേഷം തൊട്ടടുത്ത് നമ്മൾ കാണുന്ന ഷോട്ട്, നാളെ ഇനിയിപ്പോൾ കോടതി ചെല്ലുമ്പോൾ നമുക്ക് പറയാം ജഡ്ജിനോട് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ടാന്ന്. എന്നിട്ട് നമുക്ക് ജഡ്ജിനെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വക്കീലന്മാരെയും വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിക്കാം എന്നൊക്കെ ഇവർ പറയുന്നു. പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നു. ഫുഡ് ഓർഡർ ചെയ്തേക്കാണ്, ഓൺലൈൻ ഫുഡ്. അപ്പോഴും അവർ കുക്ക് ചെയ്ത് തുടങ്ങിയില്ലേ, അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനത്തിലേക്ക് എത്തിയില്ലേ? ഇനിയിപ്പോൾ അവളും കൂടി ജോലിക്ക് പോകാൻ തീരുമാനിച്ചു, അതുകൊണ്ട് നമുക്ക് സ്ഥിരമായി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചാണോ? ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഫുഡ് ഡെലിവറി ചെയ്തിട്ട് വരുന്നു. ആ ഫുഡ് വാങ്ങിച്ച് അവൻ ഡോറ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ശക്തി അവിടുന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയിൽ ശിവൻ്റെ ഭാഗത്തല്ലേ തെറ്റെന്ന്. അവരൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തിയും ശിവനും, അതായത് പരമശിവനും പാർവതിയും തമ്മിലുള്ള കോൺവെർസേഷൻ വഴക്കാണ്. ആ സിനിമ ഏതാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ ആ സിനിമയെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശിവൻ്റെ ഭാഗത്താണല്ലേ തെറ്റെന്ന്. അവൻ ആക്ച്വലി അതിനോട് എതിർപ്പുണ്ട്. അവൻ ഈ ഭക്ഷണം കൈ പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡോർ അടയ്ക്കുന്നത്. ഒട്ടും തൃപ്തിയില്ലാതെ അവൾ പറഞ്ഞത് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവൻ ആ കോൺവെർസേഷൻ ക്ലോസ് ചെയ്യാണ്. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അൺആൻസേർഡ് ആയിട്ടുള്ള, ഇങ്ങനെ അനാവശ്യമായി സമ്മതിച്ചു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് ഒരു വഴക്ക് വരുന്ന സമയത്ത് ഇവർ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് ആ വഴക്ക് കൂടുതൽ വഷളാക്കും. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, രണ്ടുപേരും അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്ന, അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില വിയോജിപ്പുകൾ നമ്മൾ സംസാരിച്ച് രണ്ടുപേർക്കും ഒരു പോയിന്റിൽ എത്താൻ പറ്റില്ല. ശരി, വേണ്ട, രണ്ടും ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് അങ്ങ് വിട്ടേക്കുക. ഇനി 2 പേർക്കും കൂടി ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, ഒരു പോയിന്റിലേക്ക് വന്നല്ലോ. അങ്ങനെ ഓപ്പണായി സംസാരിക്കാൻ പോലും പറ്റുന്ന ഒരു സ്പേസിലേക്ക് ഇവർ വീണ്ടും എത്തിയിട്ടില്ല. ഇവരിനി ഒരുമിച്ച് താമസിക്കാൻ പോയാൽ ഇതിൻ്റെ പാർട്ട് 2ഉം 3ഉം ഒക്കെ നമ്മൾ കാണും. അടിസ്ഥാനപരമായി ഇവരുടെ ആദ്യമേ ഉണ്ടായിരുന്ന പ്രശ്നം, 2 പേരും കൃത്യമായി കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചില്ല. 2 പേരും അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് നമുക്ക് അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവരെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അവരെ വളർത്തി വലുതാക്കിയ സൊസൈറ്റിയാണ്, അവരുടെ കുടുംബങ്ങളാണ്, അവിടുത്തെ രീതികളാണ്. അത് മാറുന്ന രീതിയിൽ, അതിനൊരു മാറ്റം ഉണ്ടാവുന്ന രീതിയിൽ ഒരു ചർച്ചയാണ് ഈ സിനിമയ്ക്ക് ശേഷം ഉണ്ടാവുന്നതെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് പ്രധാനമായും നടക്കുന്ന ചർച്ചകൾ, ഇതിൽ ഈ പുരുഷൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ റീലടിച്ച് ഇതാണ്ടാ എന്ന് പറഞ്ഞിട്ട് കുറേ ആഘോഷങ്ങൾ നടക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചോദ്യോത്തരങ്ങൾ നടക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ചർച്ചയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക് വരുന്ന, സൊല്യൂഷനിലേക്ക് വരുന്ന ഒരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിവാഹിതനോ വിവാഹിതയോ അല്ലെങ്കിൽ നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം, ആദ്യം നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഞാൻ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണ്? എൻ്റെ ചോയ്സസ് എന്തൊക്കെയാണ് എന്ന് സ്വയം മനസ്സിലാക്കുക. ഒരു വിവാഹം എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ആരെയാണോ പങ്കാളിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളോടും ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. തിരിച്ചും സംസാരിക്കുന്ന കാര്യങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കുക. എന്നിട്ടിത് ഒത്തുപോകുമെങ്കിൽ മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതാണ്. നമ്മൾ ഈ പൊരുത്തം നോക്കുക, കുടുംബങ്ങളുടെ സ്റ്റേറ്റസ് നോക്കുക, സാമ്പത്തിക അവസ്ഥ നോക്കുക, ഇതൊക്കെ നോക്കുന്ന ഒരു സൈഡിൽ കൂടി നടന്നോട്ടെ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി, അവനവൻ്റെ പ്രിഫറൻസുകളും ചോയ്സുകളും ഒക്കെ നമ്മൾ എങ്ങനെ സ്നേഹിക്കപ്പെടണമെന്നൊക്കെ ഉള്ളത് ഓപ്പോസിറ്റുള്ള ആളും കൂടി മനസ്സിലാക്കണം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഈ പല ആളുകളുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. അത് വെച്ചുകൊണ്ട് ജനറലൈസ് ചെയ്ത് കാര്യങ്ങളെ നോക്കി കാണാതിരിക്കുക. എൻ്റെ ഏറ്റവും പ്രധാനം പ്രിക്വേഷൻസ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സ്നേഹം ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എല്ലാം ശുഭം മംഗളം എല്ലാം അടിപൊളി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്നും കാര്യങ്ങൾ അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ഒരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിൽ പോയി കഴിഞ്ഞാലും അതിനെ ടാക്കിൾ ചെയ്യാൻ പാകത്തിന് നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടുന്ന പ്രിക്വേഷൻസ് എടുക്കണം. ഒരു വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എയ്ഡ്സ് ഡേയുടെ അന്ന് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. എയ്ഡ്സ് ഫോർ ലൈഫ് എന്നാണ് ആ വീഡിയോൻ്റെ പേര്. അതുകൂടാതെ നിയമപരമായിട്ടാണെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ, ഈവൻ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോയാലും അതിനെ എങ്ങനെ ബുദ്ധിമുട്ട് വരാതെ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചും ഒരു ചർച്ച നടത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ പ്രിക്വേഷൻസ് എടുക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനപ്പുറവും ഒരു ലൈഫുണ്ട് എന്ന് കരുതി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്ന് ഓർപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.